ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് തിയറി ആണ്, കൺവെൻഷണൽ കറന്റ് തിയറി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോഗ്രഫി തിയറീസ് സ്റ്റാർട്ട് ചെയ്തു. ജോഗ്രഫി തിയറീസിലെ ഫസ്റ്റ് തിയറി ആയ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജോഗ്രഫിയിലെ രണ്ടാമത്തെ തിയറിയാണ്. ആ തിയറിയുടെ പേരാണ് കൺവെൻഷണൽ കറന്റ് തിയറി. ഓക്കെ, അപ്പോ എന്താണ് കൺവെൻഷണൽ കറന്റ് എന്നത് നമ്മൾ വോൾക്കാനിസം എന്ന ടോപ്പിക്കിൽ കണ്ടതാണ്. വോൾക്കാനിസം എന്ന ടോപ്പിക്കിൽ കൺവെൻഷണൽ കറന്റ് എന്താണ് എന്ന് കണ്ടു. അതായത് ഭൂമിയുടെ ഉള്ളില് മാന്റിൽ എന്ന് പറയുന്ന ലെയറിൽ മാഗ്മ മൂവ് ചെയ്യുന്നതിനെയാണ് കൺവെൻഷണൽ കറന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺവെൻഷണൽ കറന്റ് തിയറി കൊണ്ടുവന്നതാണ്. കൺവെൻഷണൽ കറന്റ് തിയറി കൊണ്ടുവന്നത് ആർതർ ഹോംസ് എന്ന് പറയുന്ന ജോഗ്രഫർ. കൺവെൻഷണൽ കറന്റ് തിയറി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ആർതർ ഹോംസ്. പി എസ് സിക്ക് ഒരു സ്വഭാവമുണ്ട്, പി എസ് സി ഇടയ്ക്ക് ജോഗ്രഫേഴ്സിന്റെ പേരും അവർ കൊണ്ടുവന്ന നെയിംസോ അല്ലെങ്കിൽ തിയറീസോ ഒരു സൈഡിൽ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ മാച്ച് ഫോളോവിംഗ് ആയിട്ട് ഈ ക്വസ്റ്റ്യൻ കിട്ടാം. ഒരു സൈഡില് തിയറീസ് ഇൻ ജോഗ്രഫി, ഒരു സൈഡില് ജോഗ്രഫേഴ്സിന്റെ പേര്, എന്നിട്ട് മാച്ച് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി ആണെങ്കിൽ നമുക്കറിയാം ആൽഫ്രഡ് ടെഗ്ലർ ആണ് കൊണ്ടുവന്നത്. ഇനി കൺവെൻഷണൽ കറന്റ് തിയറി ആണെങ്കിൽ അത് കൊണ്ടുവന്നത് ആർതർ ഹോംസ് ആണ്. ഇനി ഈ തിയറിയിൽ പറയുന്ന ഇത് എന്താണെന്ന് നോക്കാം. കൺവെൻഷണൽ കറന്റ്സ് മാന്റിലിനുള്ളിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി കൺവെൻഷണൽ കറന്റ്സ് ഉണ്ടാവാൻ രണ്ട് കാരണങ്ങളാണുള്ളത്. ഒന്ന്, റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇൻസൈഡ് ദി മാന്റിൽ. രണ്ട്, റെസിജ്വൽ ഹീറ്റ് ട്രാപ്ഡ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ബിഗ് ബാങ്. ഞാൻ വോൾക്കാനിസം എടുത്തപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഭൂമിക്കുള്ളില് ചൂടുണ്ടാവാൻ രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ബിഗ് ബാങ് നടന്ന സമയത്ത് ട്രാപ്പ് ചെയ്യപ്പെട്ടേക്കുന്ന ഹീറ്റ്, അതിനെയാണ് നമ്മൾ റെസിജ്വൽ ഹീറ്റ് അഥവാ പ്രൈമോഡിയൽ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ റെസിജ്വൽ ഹീറ്റ് അല്ലെങ്കിൽ പ്രൈമോഡിയൽ ഹീറ്റ്. രണ്ടാമത്തേത്, ഭൂമിക്കുള്ളിൽ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഉണ്ട്. ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സും ഭൂമിക്കുള്ളിലെ ഹീറ്റിന് കാരണമാകുന്നുണ്ട്. അപ്പൊ പ്രൈമോഡിയൽ ഹീറ്റ് കൊണ്ടും റെസിജ്വൽ ഹീറ്റ് കൊണ്ടും ഭൂമിക്കുള്ളില് ചൂടാവുന്നു. ആ ചൂടാവുന്നത് കൊണ്ട് തന്നെ ഭൂമിയിലെ കൺവെൻഷണൽ കറന്റ് ഉണ്ടാകുന്നു. അപ്പൊ നമുക്ക് ഭൂമിയുടെ ഇന്റീരിയർ സ്ട്രക്ചർ ഒന്ന് നോക്കിയിട്ട് വരാം. ഭൂമിയുടെ ഇന്റീരിയർ സ്ട്രക്ചർ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചോ പറഞ്ഞു. ഭൂമിയുടെ ഇന്റീരിയർ സ്ട്രക്ചറിനെ മെയിൻ ആയിട്ട് മൂന്നായിട്ടാണ് തിരിച്ചേക്കുന്നത്: കോറ്, മാന്റില് ആൻഡ് ക്രസ്റ്റ്. ഈ കാണുന്നതാണ് ക്രസ്റ്റ് എന്ന് പറയുന്നത്. കോറ്, മാന്റില്, ക്രസ്റ്റ്. ഇതിൽ മറ്റൊരു കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, ഭൂമിക്കുള്ളിലോട്ട് പോകും തോറും ടെമ്പറേച്ചർ കൂടി വരും എന്ന് നമ്മൾ. ഭൂമിക്കുള്ളിലോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ കൂടി വരും. അപ്പൊ കോറിനെ സംബന്ധിച്ചാണെങ്കിൽ കോറില് നല്ല ടെമ്പറേച്ചർ ആണ്, എന്നാൽ ക്രസ്റ്റിലാണെങ്കിൽ നല്ല ടെമ്പറേച്ചർ കുറവുമാണ്. കോറില് നല്ല ടെമ്പറേച്ചർ ആണ്, ക്രസ്റ്റില് ടെമ്പറേച്ചർ തീരെ കുറവുണ്ട്. ഇനി നമുക്കറിയാം, നമ്മൾ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റൗ ചൂടാക്കുന്നവരെ ആ വെള്ളം നിശ്ചലമായിരിക്കും. എന്നാൽ സ്റ്റൗ ചൂടാക്കി കഴിയുമ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങും. വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം മുകളിലോട്ടും താഴോട്ടേക്കും മൂവ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് ഭൂമിയുടെ ഉള്ളിൽ. കോറിനോട് ചേർന്ന് കിടക്കുന്ന മാന്റില് ചൂടാവും. മാന്റിൽ എന്ത് സ്റ്റേജിലായിരിക്കുന്നത്? മാന്റില് സെമി സോളിഡ് അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ കോറിനോട് ചേർന്ന് കിടക്കുന്ന മാന്റിൽ ചൂടാവുകയും ചൂടായ മാന്റിൽ വികസിക്കുകയും ചെയ്യും. മാന്റിൽ വികസിച്ച് കഴിയുമ്പോൾ മാന്റിലിന്റെ ഡെൻസിറ്റി കുറയും. ഡെൻസിറ്റി കുറഞ്ഞു കഴിയുമ്പോൾ മാന്റില് മുകളിലോട്ട് മൂവ് ചെയ്യും. ഈ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന മാന്റില് മുകളിൽ ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു വിടവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൂടെ പുറത്തു വരും. അങ്ങനെ മാഗ്മ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ വോൾക്കാനിസം എന്ന് വിളിക്കുന്നത്. വളരെ കുറച്ച് മാഗ്മ മാത്രമാണ് വോൾക്കാനിസത്തിൽ പുറത്തു വരിക. ബാക്കി മാഗ്മ വീണ്ടും ക്രസ്റ്റിനടിയിലൂടെ രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്യും. രണ്ട് സൈഡിലോട്ടും മൂവ് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ, ക്രസ്റ്റിൽ ടെമ്പറേച്ചർ കുറവാണ്. ക്രസ്റ്റിനടിയിലൂടെ മൂവ് ചെയ്യുന്ന ഈ മാഗ്മയുടെ ടെമ്പറേച്ചർ കുറയും. ടെമ്പറേച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ ഡെൻസിറ്റി കൂടും. ഡെൻസിറ്റി കൂടുമ്പോൾ ഇത് താഴോട്ടേക്ക് സിങ്ക് ചെയ്യും. ഇങ്ങനെ മാന്റിലിനുള്ളിൽ നടക്കുന്ന മാഗ്മയുടെ മൂവ്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൺവെക്ഷണൽ കറന്റ് എന്ന് വിളിക്കുക. ഈ മാഗ്മയുടെ ഉള്ളിൽ മാന്റിൽ ഇതുപോലെ മൂവ് ചെയ്യുന്നതാണ് കൺവെക്ഷണൽ കറന്റ് എന്ന്
പറയുന്നത്. ഇനി മാഗ്മ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എവിടേക്കാണോ മാഗ്മ മുകളിലോട്ട് മൂവ് ചെയ്യുന്നത് ആ ഭാഗങ്ങളെ നമ്മൾ അസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ എന്ന് വിളിക്കും. ആ ഭാഗങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസെൻഡിങ് ലിംബ് ഓഫ് മാന്റിൽ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വിളിക്കാവുന്ന വേറൊരു പേരാണ് റേസിംഗ് ലിംബ് ഓഫ് മാന്റിൽ. അസെൻഡിങ് ലിംബ് ഓഫ് മാന്റിൽ അല്ലെങ്കിൽ റേസിംഗ് ലിംബ് ഓഫ് മാന്റിൽ. എവിടെയാണോ മാഗ്മ മുകളിലോട്ട് ഉയരുന്നത് അതിനെയാണ് നമ്മൾ അസെൻഡിങ് ലിംബ് ഓഫ് മാന്റിൽ അഥവാ റേസിംഗ് ലിംബ് ഓഫ് മാന്റിൽ എന്ന് പറയുന്നത്. ഇനി എവിടെയെങ്കിലും മാഗ്മ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ, കണ്ടോ ഇവിടെ മാഗ്മ താഴോട്ട് വരുന്നുണ്ട്, എവിടെയെങ്കിലും മാഗ്മ താഴോട്ട് വരുന്നുണ്ടെങ്കിൽ ആ മാഗ്മ താഴോട്ട് വരുന്ന ഭാഗങ്ങളെയാണ് ഡിസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ, ഓക്കെ, ഡിസെൻഡിങ് ലിംബ് ഓഫ് മാന്റിൽ ഓർ ഫോളിങ് ലിംബ് ഓഫ് മാന്റിൽ എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു മാന്റിലിനുള്ളില് മാഗ്മ മൂവ് ചെയ്യുന്നതാണ് കൺവെക്ഷൻ കറന്റ്. എന്തുകൊണ്ടാണ് മാഗ്മ മൂവ് ചെയ്യുന്നത്? കാരണം എർത്തിനുള്ളിൽ ചൂട് കൂടുന്നുണ്ട്. എർത്തിൽ ചൂട് കൂടാൻ രണ്ട് റീസൺസ് ആണ് ഉള്ളത്. ഒന്ന് റെസിജ്വൽ ഹീറ്റ് അല്ലെങ്കിൽ പ്രൈമോഡിയൽ ഹീറ്റ്, രണ്ടാമത്തേത് റേഡിയോ ആക്റ്റീവ് എലമെന്റ്സ് ഇൻസൈഡ് ദി എർത്ത്. ഇങ്ങനെ ചൂട് കൂടി കഴിയുമ്പോൾ മാഗ്മ എന്ത് ചെയ്യും? ചൂട് കൂടി കഴിയുമ്പോൾ മാഗ്മ എക്സ്പാൻഡ് ചെയ്യുകയും എക്സ്പാൻഡ് ചെയ്യുന്ന മാഗ്മ മുകളിലോട്ട് ഉയരുകയും ചെയ്യും. മുകളിൽ ചെന്ന് കഴിയുമ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിലൂടെ മാഗ്മ പുറത്തു വരും. അങ്ങനെ മാഗ്മ പുറത്തു വരുമ്പോൾ അതാണ് വോൾക്കാനിസമായി മാറുന്നത്. ബാക്കി മാഗ്മ ക്രസ്റ്റിനടിയിലൂടെ മൂവ് ചെയ്യും. ഇങ്ങനെ ക്രസ്റ്റിനടിയിലൂടെ മാഗ്മ മൂവ് ചെയ്യുന്ന സമയത്ത് മാഗ്മ തണുക്കാൻ തുടങ്ങും. തണുത്ത് കഴിയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കൂടും, അത് താഴോട്ടേക്ക് സിങ്ക് ചെയ്യും. ഇങ്ങനെയുള്ള മാഗ്മയുടെ മൂവ്മെന്റിനെയാണ് കൺവെക്ഷണൽ കറണ്ടുകൾ എന്ന് നമ്മൾ പൊതുവെ വിളിക്കുക. ഇനി ഈ കൺവെക്ഷണൽ കറണ്ടുകളിൽ എവിടെയാണോ മാഗ്മ മുകളിലോട്ട് ഉയരുന്നത് അതിനെ നമ്മൾ അസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ റൈസിംഗ് ലിംബ് ഓഫ് മാന്റിൽ എന്നാണ് വിളിക്കുക. എവിടെയാണോ മാഗ്മ താഴോട്ട് വരുന്നത് അതിനെ നമ്മൾ ഡിസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഫോളിംഗ് ലിംബ് ഓഫ് ദി മാന്റിൽ എന്നാണ് വിളിക്കുക. ഇനി ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, എവിടെയാണോ മാഗ്മ മുകളിലോട്ട് ഉയരുന്നത്, എവിടെയാണോ മാഗ്മ അസെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എവിടെയാണോ അസെൻഡിങ് ലിംബ് ഓഫ് ദി മാഗ്മ പ്രസന്റ് ആയിട്ടുള്ളത് അവിടെ ക്രസ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം ഡൈവേർജ് ചെയ്യും. അപ്പൊ അത് മനസ്സിലാക്കണം. ഇവർ പറയുന്നത് ഇങ്ങനെയാണ്, എവിടെയാണോ അസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ പ്രസന്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ എവിടെയാണോ മാഗ്മ മുകളിലോട്ട് ഉയരുന്നത് അവിടെ രണ്ട് ക്രസ്റ്റുകൾ തമ്മിൽ അല്ലെങ്കിൽ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം ഡൈവേർജ് ചെയ്യും അല്ലെങ്കിൽ അകന്നു പോകും. ഇനി എവിടെയാണോ മാഗ്മ സിങ്ക് ചെയ്യുന്നത്, എവിടെയാണോ മാഗ്മ ഡിസെൻഡ് ചെയ്യുന്നത് അവിടെ രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യും. എവിടെയാണോ മാഗ്മ ഡിസെൻഡ് ചെയ്യുന്നത് അവിടെ രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യും. അപ്പോ കൺവേർജൻസും ഡൈവേർജൻസും എങ്ങനെയാണ് നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. മാഗ്മ മുകളിലോട്ട് വരുന്ന ഭാഗങ്ങളിൽ പ്ലേറ്റുകൾ തമ്മിൽ അകലും അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ തമ്മിൽ അകലും. എവിടെയാണോ മാഗ്മ താഴോട്ട് വരുന്നത് അവിടെ പ്ലേറ്റ്സ് തമ്മിൽ കൺവേർജ് ചെയ്യും അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ തമ്മിൽ കൺവേർജ് ചെയ്യും. ഇനി ഈ മാഗ്മ ഡൈവേർജ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് പൊതുവെ മിഡോഷ്യാനിക് റിഡ്ജസ് കാണുക. ഇവിടെയാണ് മിഡോഷ്യാനിക് റിഡ്ജസ് കാണുക. അപ്പൊ അസെൻഡിങ് ലിംബ് ഓഫ് ദി മാന്റിൽ പ്രസന്റ് ആയിട്ടുള്ള സ്ഥലത്താണ് മിഡോഷ്യാനിക് റിഡ്ജസ്. ഇനി എവിടെയാണോ ഇവര് തമ്മിൽ താഴുന്നത് അവിടെയാണ് ട്രെഞ്ചസ് കാണുക. അവിടെയാണ് ട്രെഞ്ചസ് കാണുക. അപ്പോൾ എവിടെയാണോ ലാവ താഴോട്ട് പോകുന്നത് ഡിസെൻഡിങ് ലിംബോളിലെ അവിടെ കൺവേർജൻസ് നടക്കും. കൺവേർജിങ് ബൗണ്ടറീസിലാണ് ട്രെഞ്ചസ് കാണുക. ഇനി എവിടെയാണോ മാഗ്മ അസെൻഡ് ചെയ്യുന്നത് അവിടെ ഡൈവേർജൻസ് നടക്കും. അവിടെയാണ് മിഡോഷ്യാനിക് റിഡ്ജസ് കാണുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്താണ് നമ്മുടെ കൺവെക്ഷണൽ കറന്റ് തിയറി. അപ്പൊ നമ്മുടെ വെക്നറിന്റെ തിയറിയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ, അതായത് പ്ലേറ്റുകൾ അല്ലെങ്കിൽ കോണ്ടിനെന്റുകൾ മൂവ് ചെയ്യാൻ കാരണം എന്താണ്, കോണ്ടിനെന്റുകൾ മൂവ് ചെയ്യാനുള്ള കാരണം കൺവെക്ഷൻ കറന്റ് ആണ്. അത് പറയുന്നത് ഈ ഒരു തിയറിയിലാണ്. ഇനി ഈ തിയറിനെ ബേസ് ചെയ്ത് വന്ന അടുത്തൊരു തിയറിയാണ് സി
ഫ്ലോർ സ്പ്രെഡിങ് തിയറി. ആ ഒരു തിയറിനെ ബേസ് ചെയ്ത് വന്ന അടുത്ത തിയറിയാണ് സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി. എന്താണ് സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി? ആ തിയറിയുടെ പേര് തന്നെയുണ്ട്, സീ ഫ്ലോർ സ്പ്രെഡിങ്. അതായത് സീ ഫ്ലോർ പുതിയതായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അതാണ് ഈ തിയറിയിൽ പറയുന്നത്. സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീ ഫ്ലോർ പുതിയതായി ഉണ്ടാകുന്നു. അതാണ് ഈ തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ തിയറി പ്രകാരം ഇവർ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എവിടെയെങ്കിലും മാഗ്മ മുകളിലോട്ട് ഉയരുന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം അകന്നു പോകും. അപ്പൊ ഓഷ്യൻ അടിയിലാണ് മാഗ്മ പുറത്തു വരുന്നതെങ്കിൽ ആ ഓഷ്യനിൽ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകും. ഈ സ്ഥലങ്ങളെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് വിളിച്ചത്. അങ്ങനെ രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മാന്റിലിൽ നിന്ന് മാഗ്മ പുറത്തു വരികയും അങ്ങനെ പുറത്തു വരുന്ന മാഗ്മ ഓഷ്യൻ പ്ലേറ്റുകളുടെ രണ്ട് സൈഡിലുമായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഇങ്ങനെ ഉണ്ടാവുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസിനെയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് നമ്മൾ വിളിച്ചത്. ഓക്കെ, അപ്പൊ ഓഷ്യൻ അടിയിൽ എവിടെയെങ്കിലും അസെൻഡിങ് ലിംബ് ഓഫ് ദി മാൻഡിൽ പ്രസന്റ് ആണെങ്കിൽ അവിടെ രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ പരസ്പരം അകന്നു പോവും. അങ്ങനെ രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം അകന്നു പോയി കഴിഞ്ഞാൽ മാൻഡിലിൽ നിന്ന് മാഗ്മ പുറത്തു വരും. ആ മാഗ്മ രണ്ട് ഓഷ്യൻ പ്ലേറ്റിനെയും രണ്ട് സൈഡിലായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഉണ്ടാവുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് മിഡ് ഓഷ്യാനിക്. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ അങ്ങനെയെങ്കിൽ പുതിയതായി ഓഷ്യൻ ക്രസ്റ്റുകൾ ഉണ്ടാകുന്നു. അവിടെ ന്യൂ ഓഷ്യൻ ക്രസ്റ്റുകൾ ഫോം ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് ആർ ഫോം. മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ പുതിയ ഓഷ്യൻ ക്രസ്റ്റുകൾ ഉണ്ടാവുന്നു. അപ്പോ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ പുതിയ ഓഷ്യൻ ക്രസ്റ്റുകൾ ഉണ്ടാവുന്നതോടൊപ്പം തന്നെ പഴയ ഓഷ്യൻ ക്രസ്റ്റുകൾ എന്ത് സംഭവിക്കും? ട്രെഞ്ചസിൽ നശിപ്പിക്കപ്പെടും. ഇതാണ് ട്രെഞ്ചസ് എന്ന് പറയുന്നത്. കോണ്ടിനെന്റിനോട് ചേർന്നിരിക്കുന്ന ഭാഗങ്ങൾ, അവിടെയാണ് നമ്മുടെ മാഗ്മ താഴോട്ടേക്ക് വരുന്ന സ്ഥലങ്ങൾ. അതാണ് ട്രെഞ്ചസ് എന്ന് പറയുന്നത്. അപ്പൊ ട്രെഞ്ചസിൽ പഴയ ഓഷ്യൻ ക്രസ്റ്റുകൾ നശിപ്പിക്കപ്പെടും. അപ്പൊ ഈ തിയറിയിൽ ഇത്രയാണ് പറയുന്നത്. അറ്റ് മിഡ് ഓഷ്യാനിക് റീജിയൻ ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് ആർ ഫോം. മിഡ് ഓഷ്യാനിക് റീജിയൻസിൽ റിഡ്ജസിന്റെ സ്ഥലത്ത് ന്യൂ ഓഷ്യൻ ക്രസ്റ്റുകൾ ഫോം ചെയ്യുകയാണ്. But at trenches, old ocean crusts are destructed in the mantle. പക്ഷെ ട്രെഞ്ചസിൽ പഴയ ഓഷ്യൻ ക്രസ്റ്റുകൾ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ പിക്ചർ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ പിക്ചർ. അതായത് മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ നടുഭാഗമാണ് നിങ്ങൾ ഈ കാണുന്നത്, മിഡ് ഓഷ്യാനിക് റിഡ്ജ്. ഇവിടുന്ന് ലാവ വരുന്നു, ലാവ രണ്ട് സൈഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്നു. കണ്ടോ? ലാവ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടാവും. പക്ഷെ ന്യൂ ഓഷ്യൻ ക്രസ്റ്റ് ഇവിടെ എങ്ങനെ ഉണ്ടാവുന്നോ അതേ സ്പീഡില് ഓൾഡ് ഓഷ്യൻ ക്രസ്റ്റുകൾ, പഴയ ഓഷ്യൻ ക്രസ്റ്റുകൾ എന്ത് ചെയ്യപ്പെടും? ട്രെഞ്ചസിൽ നശിപ്പിക്കപ്പെടും. ട്രെഞ്ചസിൽ വെച്ച് ആ ഓഷ്യൻ ക്രസ്റ്റ് മാൻഡിലിന്റെ ഉള്ളിലോട്ട് പോകും. മാൻഡിലിൽ വെച്ച് അത് ഡിസ്ട്രക്ട് ചെയ്യപ്പെടും. ഓക്കെ, അപ്പോ ഈ തിയറിയുടെ എവിഡൻസസ് എന്തൊക്കെയാണ്? ഈ ഒരു തിയറി ശരിയാണ്, ഇതിന്റെ എവിഡൻസസ് എന്തൊക്കെയാണ്? ഈ തിയറിയുടെ ഫസ്റ്റ് എവിഡൻസ് എന്ന് പറയുന്നത്, നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ, ഇവിടെ ഒരു 5 കിലോമീറ്റർ എടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇപ്പുറത്തോട്ട് ഒരു 5 കിലോമീറ്റർ എടുക്കും. അപ്പൊ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ നിന്ന് രണ്ട് റോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റോക്സിന്റെ ഏജ് ഓഫ് ഫോർമേഷൻ, അതിന്റെ പ്രായം, അതുപോലെ തന്നെ കെമിക്കൽ കോമ്പോസിഷൻ, അത് ഫോം ചെയ്തേക്കുന്ന കെമിക്കൽസ്, അതുപോലെ തന്നെ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ്, ഇതെല്ലാം സെയിം ആയി. അപ്പോ നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ രണ്ട് റോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ റോക്സിന്റെ ഏജ്, കെമിക്കൽ പ്രോപ്പർട്ടി, ഫിസിക്കൽ പ്രോപ്പർട്ടി, മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇത് മൂന്ന് സെയിം ആയിരിക്കും. അതിന് കാരണം എന്താ? അതിന് കാരണം എന്ന് പറയുന്നത്, ഒരു സമയം ലാവ വരുമ്പോൾ ഈക്വലി ആണ് രണ്ട് സൈഡിലും ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പൊ ലാവ പുറത്തു വരുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരുപോലെയാണ് ഡെപ്പോസിറ്റ് ചെയ്ത് പോവുക.
അതുകൊണ്ടാണ് അവിടെ പറയുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് ഒരു പർട്ടിക്കുലർ അകലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആ റോക്സിന്റെ ഏജ് ഓഫ് ഫോർമേഷൻ, കെമിക്കൽ കോമ്പോസിഷൻ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഇതെല്ലാം സെയിം ആയിരിക്കും എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് രണ്ടാമത്തെ എവിഡൻസ്. രണ്ടാമത്തെ എവിഡൻസ് വളരെ സിമ്പിൾ ആണ്. ഓഷ്യൻ ക്രസ്റ്റിൽ നിന്ന് അകലും തോറും, ഓഷ്യൻ ക്രസ്റ്റിൽ സോറി മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് അകലും തോറും, മിഡ് ഓഷ്യാനിക് റിഡ്ജസിലാണല്ലോ പുതിയ ഓഷ്യൻ ക്രസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് അകലും തോറും ഏജ് ഓഫ് ദി റോക്ക് ഇൻക്രീസ് ചെയ്യും. റോക്കിന്റെ പ്രായം കൂടി കൂടി വരും. അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഏജ് ഓഫ് റോക്ക് ഇൻക്രീസസ് ഈസ് ദി മൂവ് അവേ ഫ്രം മിഡ് ഓഷ്യാനിക്. മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് അകലും തോറും ഏജ് ഓഫ് ദ റോക്ക് ഇൻക്രീസ് ചെയ്യും. അതാണ് രണ്ടാമത്തെ എവിഡൻസ്. മൂന്നാമത്തെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓഷ്യൻ ക്രസ്റ്റുകൾ എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മിഡ് ഓഷ്യാനിക് റീജിയനിൽ. അതുകൊണ്ട് തന്നെ ഓഷ്യൻ ക്രസ്റ്റിന് കോണ്ടിനെന്റൽ ക്രസ്റ്റിനേക്കാളും പ്രായം കുറവാണ്. ഓഷ്യൻ ക്രസ്റ്റ് ആർ യങ്ങർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ്. ഇനി ഓഷ്യൻ ക്രസ്റ്റിന് പ്രായം കുറവാണ്. പഴയ ഓഷ്യൻ ക്രസ്റ്റുകൾ നമ്മുടെ മാൻഡിലില് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഓഷ്യനിലെ സെഡിമെന്റ്സും കുറവായിരിക്കും. അപ്പൊ കമ്പയറിംഗ് ടു കോണ്ടിനെന്റൽ ക്രസ്റ്റ്, ഓഷ്യൻ ക്രസ്റ്റില് സെഡിമെന്റ്സ് കുറവാണ്. അതാണ് അടുത്ത എവിഡൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ട്രെഞ്ചസ് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ആഴം കൂടിയ സ്ഥലങ്ങളാണ്. ആഴം കൂടിയ സ്ഥലങ്ങളായത് ഡീപ്പ് ഏരിയാസ് ആയതുകൊണ്ട് തന്നെ ട്രെഞ്ചസിൽ ഉണ്ടാവുന്ന എർത്ത്ക്യൂക്സ് എന്ന് പറയുന്നത് ഡീപ്പ് സീറ്റഡ് എർത്ത്ക്യൂക്ക് ആയിരിക്കും. ട്രെഞ്ചസിൽ നിന്ന് വരുന്ന എർത്ത്ക്യൂക്കുകൾ എന്ന് പറയുന്നത് ഡീപ്പ് സീറ്റഡ് എർത്ത്ക്യൂക്സ് ആയിരിക്കും. അതേസമയം മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ ഉണ്ടാവുന്ന എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് ഷാലോ എർത്ത്ക്യൂക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ട്രെഞ്ചസിൽ ഉണ്ടാവുന്ന എർത്ത്ക്വേക്ക് ഡീപ്പ് സീറ്റഡ് എർത്ത്ക്വേക്സ് ആണ്. പക്ഷെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് റീജിയനിൽ ഉണ്ടാവുന്ന എർത്ത്ക്വേക്ക് എന്ന് പറയുന്നത് ഷാലോ എർത്ത്ക്വേക്ക് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സീ ഫ്ലോ സ്പ്രെഡിങ് തിയറിയുടെ എവിഡൻസസ്. ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കുക. അതായത് rocks of equidistant on either side of mid-oceanic ridges. MOR എന്ന് പറഞ്ഞാൽ mid-oceanic ridges. അതായത് mid-oceanic ridgesൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിൽ റോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ it show remarkable similarities in terms of period of formation, chemical composition and magnetic properties. Period of formation, chemical properties ഉം magnetic properties ഉം സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അടുത്തതിൽ അവർ പറയുന്ന രണ്ടാമത്തെ എവിഡൻസ്, ഏജ് ഓഫ് ദ റോക്ക് ഇൻക്രീസസ് വെൻ വി മൂവ് അവേ ഫ്രം മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് അകലും തോറും റോക്കിന്റെ ഏജ് കൂടി വരും. പിന്നെ പറയുന്നത് ഓഷ്യൻ ക്രസ്റ്റ് ഈസ് യങ്ങർ ദാൻ കോണ്ടിനെന്റൽ ക്രസ്റ്റ് എന്നാണ്. ഓഷ്യൻ ക്രസ്റ്റിന്റെ മാക്സിമം പ്രായം എന്ന് പറയുന്നത് 200 മില്യൺ ഇയേഴ്സ് ആണ്. പക്ഷെ കോണ്ടിനെന്റൽ ക്രസ്റ്റ് 650 മില്യൺ ഇയേഴ്സ് ഒക്കെ വരാം. അപ്പോ അത് കാണിക്കുന്നത് എന്താ, ഓഷ്യൻ ക്രസ്റ്റ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് റീജിയനിൽ. അതുകൊണ്ട് തന്നെ ഓഷ്യൻ ക്രസ്റ്റിന് വളരെ പ്രായം കുറവാണ്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനാണെങ്കിൽ പ്രായം കൂടുതലും ആണ്. പിന്നെ പ്രായം കുറവായതുകൊണ്ട് തന്നെ ഓഷ്യൻ ക്രസ്റ്റില് സെഡിമെന്റ്സിന്റെ അളവ് കുറവാണ്, കോണ്ടിനെന്റൽ ക്രസ്റ്റില് സെഡിമെന്റ്സിന്റെ അളവ് കൂടുതലാണ്. ട്രെഞ്ചസിൽ ഡീപ് സീറ്റഡ് എർത്ത്ക്യൂക്സ് ആണ് ഉണ്ടാവുക. അതേസമയം മിഡ് ഓഷ്യാനിക് റിഡ്ജ് റീജിയനിലാണെങ്കിൽ ഷാലോ എർത്ത്ക്യൂക്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ 3 തിയറീസ് പഠിച്ചു കഴിഞ്ഞു. 3 തിയറീസിൽ എന്താണ്, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, അതുപോലെ തന്നെ കൺവെക്ഷണൽ കറന്റ് തിയറി, ദെൻ സീ ഫ്ലോ സ്പ്രെഡിങ് തിയറി. അപ്പൊ ഇവിടെ കൺവെക്ഷണൽ കറന്റ് തിയറിനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ആൻസർ ശരിയാണോ എന്ന് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ, ചെയ്ത് നോക്കിക്കേ ഈ ക്വസ്റ്റ്യൻ. ആൻസർ കിട്ടിയോ? ഓക്കെ, നോക്കാം. Consider the following statements regarding convectional current theory. Convectional currents are moving inside the core. ആണോ? അല്ല. ഞാൻ പറഞ്ഞു കൺവെക്ഷണൽ കറന്റ് എവിടെയാണ് മൂവ് ചെയ്യുന്നത്? മാൻഡിലാണ് മൂവ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കൺവെക്ഷണൽ കറന്റ്സ് ആർ കോസസ് ദി മൂവ്മെന്റ് ഓഫ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ്. അത് ശരിയാണ്. കൺവെക്ഷണൽ കറന്റ് കൊണ്ടാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നത്. ഇനി
കൺവെക്ഷണൽ കറന്റ് കോസസ് വോൾക്കാനിസം, അതും ശരിയാ. നമ്മൾ പറഞ്ഞു കൺവെക്ഷണൽ കറന്റ് മുകളിലോട്ട് വരാൻ ശ്രമിക്കുമ്പോഴാണ് വോൾക്കാനിസം ഉണ്ടാകുന്നത്. അപ്പൊ 2 സ്റ്റേറ്റ്മെന്റ്സ് ശരിയാണ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, only 2 statements are correct. ഓപ്ഷൻ ബി, only 2 statements are correct. അതാണ് ശരിയായ. അടുത്ത ക്വസ്റ്റ്യൻ സീ ഫ്ലോർ സ്പ്രെഡിങ്ങിനെ കുറിച്ചാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിവീൽഡ് ബൈ കൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ്? താഴെ തന്നിരിക്കുന്ന ഏതൊക്കെ കാര്യങ്ങളാണ് സീ ഫ്ലോർ സ്പ്രെഡിങ്ങിൽ പറയുന്നത്? വോൾക്കാനിക് eruptions are common along mid-oceanic ridges. The age of rock increases as move away from mid-oceanic ridges. The continental crusts are much younger than ocean blocks. Ocean crust rocks. അപ്പൊ ഓപ്ഷൻസ് അവർ ഇതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. only 1 and 2, only 2 and 3, 1, 2 and 3. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ആൻസർ എന്താണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ റിവീൽഡ് ബൈ കൺസെപ്റ്റ് ഓഫ് സീ ഫ്ലോർ സ്പ്രെഡിങ്? ഒന്ന്, വോൾക്കാനിക് eruptions ആർ കോമൺ അലോങ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. അത് ശരിയാണ്. നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജസിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പറഞ്ഞത്, 2 ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുന്ന സ്ഥലങ്ങളാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് റീജിയൻ എന്ന് പറയുന്നത്. അവിടെ എപ്പോഴും ലാവ വന്നുകൊണ്ടിരിക്കും. ലാവ വരുന്ന പ്രോസസ്സിനെയാണ് വോൾക്കാനിസം എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഏജ് ഓഫ് ദ റോക്ക് ഇൻക്രീസസ് ആസ് വൺ മൂവ് അവേ ഫ്രം മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ നിന്ന് അകലും തോറും ഏജ് ഓഫ് ദ റോക്ക് ഇൻക്രീസ് ചെയ്യും. അതും ശരിയാണ്. അടുത്ത്, കോണ്ടിനെന്റൽ റോക്സ് ആർ മച്ച് യങ്ങർ ദാൻ ഓഷ്യൻ ക്രിസ്റ്റൽ റോക്സ്. അത് തെറ്റാണ്. ഓഷ്യൻ റോക്സിനാണ് പ്രായം കുറവ്, ഓഷ്യൻ ക്രസ്റ്റിനാണ് പ്രായം കുറവ്, കോണ്ടിനെന്റൽ ക്രസ്റ്റിന് പ്രായം കൂടുതലാണ്. അപ്പൊ ഫസ്റ്റും സെക്കൻഡും മാത്രമാണ് ശരി എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ്. 2 എണ്ണം മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പോ ആൻസർ എന്തായിരിക്കും വരിക? ഓപ്ഷൻ ബി, only 1 and 2 is the right answer. അപ്പൊ നമ്മൾ 3 തിയറീസ് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഓക്കെ, അപ്പോ നെക്സ്റ്റ് സ്ലൈഡ് ഞാനൊന്ന് എടുത്തോട്ടെ. അപ്പൊ 2 തിയറീസ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി നമ്മൾ നോക്കാൻ പോകുന്ന തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും അവസാനത്തെ തിയറിയാണ്. അതായത് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി. ഓക്കെ, അപ്പൊ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിയറിയാണ് ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയുന്ന തിയറി. ഈ തിയറിയുടെ ബേസിസിലാണ് എല്ലാ ലാൻഡ് ഫോംസും എങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്ന് വിശദീകരിക്കപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിനെ കുറിച്ച് നോക്കാം. നമ്മൾ കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ആൽഫ്രഡ് ബെക്നർ ആണ് കൊണ്ടുവന്നത്. കൺവെക്ഷണൽ കറന്റ് തിയറി പറഞ്ഞപ്പോൾ പറഞ്ഞു ആദർ ഹോംസ് ആണ് ആ തിയറി കൊണ്ടുവന്നത്. പിന്നീട് സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞു ഹാരി ഹെസ് ആണ് അത് കൊണ്ടുവന്നത്. പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിനെ കുറിച്ച് പറയുമ്പോൾ അറൌണ്ട് മോർ ദാൻ 10 ജോഗ്രഫേഴ്സ് ചേർന്നിട്ടാണ് ഈ ഒരു തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് ഒരൊറ്റ ആളല്ല ഈ ഒരു തിയറിയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. 10ഓളം അല്ലെങ്കിൽ 10ലധികം ജോഗ്രഫേഴ്സ് ചേർന്നിട്ടാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന തിയറി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പഠിച്ച എല്ലാ തിയറീസും, കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറി, സീ ഫ്ലോർ സ്പ്രെഡിങ് തിയറി, അതുപോലെ തന്നെ കൺവെക്ഷണൽ കറന്റ് തിയറി, ഈ 3 തിയറിയുടെയും കൂടെ ഒരു ആകെ തുകയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി എന്ന് പറയാം. അപ്പൊ പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറിയിലാണ് പ്ലേറ്റ് എന്ന കൺസെപ്റ്റ് വരുന്നത്. ഈ ഒരു തിയറിയിലാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് എന്താണ്, ആ ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് ആണ് മൂവ് ചെയ്യുന്നത്, അല്ലാതെ കോണ്ടിനെന്റ് അല്ല മൂവ് ചെയ്യുന്നത് എന്ന കാര്യം അറിയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ വെക്നറിന്റെ തിയറിക്ക് 2 പോരായ്മകൾ ഉണ്ടായിരുന്നു. വെക്നർ ഒന്ന് പറഞ്ഞത് കോണ്ടിനെന്റ്സ് മൂവ് ചെയ്യുന്നില്ല, 2 വെക്നറിന് ഫോഴ്സ് എന്താണ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞു. ഫോഴ്സ് കണ്ടുപിടിച്ച തിയറിയാണ് കൺവെക്ഷണൽ കറന്റ് തിയറി. ഇനി കോണ്ടിനെന്റ് അല്ല മൂവ് ചെയ്യുന്നത്, പ്ലേറ്റ്സ് ആണ് മൂവ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ തിയറിയാണ് പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി.
അപ്പോ ഈ ഒരു തിയറി സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്താണ് പ്ലേറ്റ് എന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ടാണ്. അപ്പൊ എന്താണ് പ്ലേറ്റ് എന്ന് പറയുന്നത്? എന്താണ് ഒരു ടെക്ടോണിക് പ്ലേറ്റ്? ടെക്ടോണിക് പ്ലേറ്റ് തന്നെയാണ് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഒരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്? ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മാസീവ് ഇറഗുലർലി ഷേപ്ഡ് സോളിഡ് സ്ലാബ് ഓഫ് റോക്ക് ആണ്. അതായത് അത്യാവശ്യം വെയിറ്റ് ഉള്ള, പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നുമില്ലാത്ത ഒരു റോക്കിന്റെ സ്ലാബ്, അതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുക. മാസീവ് ഇറഗുലർലി ഷേപ്ഡ് സോളിഡ് സ്ലാബ് ഓഫ് റോക്ക്, അതിനെയാണ് നമ്മൾ ടെക്ടോണിക് പ്ലേറ്റ് എന്ന് പറയുക. ഇനി സാധാരണഗതിയിൽ ഒരു ടെക്ടോണിക് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ലിത്തോസ്ഫിയറിന്റെ പ്ലേറ്റ് ഉണ്ടായേക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നിൽ ഈ കോണ്ടിനെന്റിന്റെ അടിത്തട്ട് കൊണ്ട് അല്ലെങ്കിൽ ഓഷ്യനും കൊണ്ട്. അപ്പോ പ്ലേറ്റിന്റെ നിർവചനം ചിലപ്പോൾ നിങ്ങളോട് KS മെയിൻസിൽ ചോദിക്കാം. മെയിൻസ് ലെവൽ ചോദിക്കും, വാട്ട് ഈസ് എ ടെക്ടോണിക് പ്ലേറ്റ്? ടെക്ടോണിക് പ്ലേറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന്റെ നിർവചനം ഇതാണ്: മാസീവ് ഇറഗുലർലി ഷേപ്ഡ് സോളിഡ് സ്ലാബ് ഓഫ് റോക്ക് ജനറലി കമ്പോസ്ഡ് ഓഫ് ബോത്ത് കോണ്ടിനെന്റൽ ആൻഡ് ഓഷ്യൻ ലിത്തോസ്ഫിയർ. ഇനി പ്ലേറ്റ്സ് നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. പ്ലേറ്റ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3: ഓഷ്യാനിക് പ്ലേറ്റ്, കോണ്ടിനെന്റൽ പ്ലേറ്റ്, മിക്സഡ് പ്ലേറ്റ്. മൂന്നായിട്ടാണ് തിരിക്കുക: ഓഷ്യൻ പ്ലേറ്റ്, കോണ്ടിനെന്റൽ പ്ലേറ്റ്, മിക്സഡ് പ്ലേറ്റ്. അപ്പോ ഇപ്പൊ കുറെ പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ഓഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആ ലിത്തോസ്ഫിയറിക് പ്ലേറ്റിൽ ഓഷ്യൻ മാത്രമായിരിക്കും എന്ന്. അങ്ങനെയല്ല. ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ലിത്തോസ്ഫിയറിക് പ്ലേറ്റിന്റെ ഭൂരിഭാഗം ഭാഗവും ഓഷ്യൻ ആണ് എങ്കിൽ നമുക്ക് അതിനെ ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറയാം. ഇഫ് മേജർ പാർട്ട് ഓഫ് എ പ്ലേറ്റ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ഓഷ്യൻ, then we can call that plate as ഓഷ്യാനിക് പ്ലേറ്റ്. ഇനി ഒരു പ്ലേറ്റിന്റെ ഭൂരിഭാഗവും കോണ്ടിനെന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ കോണ്ടിനെന്റൽ പ്ലേറ്റ് എന്ന് വിളിക്കും. ഇഫ് മേജർ പാർട്ട് ഓഫ് എ പ്ലേറ്റ് ഈസ് ഓക്യുപ്പൈഡ് ബൈ കോണ്ടിനെന്റ്, then we will call it as continental plate. ഇനി മിക്സഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞാലോ, ഏകദേശം ഒരുപോലെ ആയിരിക്കും കോണ്ടിനെന്റും ഓഷ്യന്റെയും അളവ്. ഓൾമോസ്റ്റ് സിമിലർ എമൗണ്ട് ഓഫ് കോണ്ടിനെന്റ് ആൻഡ് ഓഷ്യൻ. അങ്ങനെയാണെങ്കിൽ അതിനെ മിക്സഡ് പ്ലേറ്റ് എന്ന് വിളിക്കും. അപ്പൊ മൂന്ന് തരം പ്ലേറ്റ് ആണ്: ഓഷ്യാനിക് പ്ലേറ്റ്, കോണ്ടിനെന്റൽ പ്ലേറ്റ്, മിക്സഡ് പ്ലേറ്റ്. ഓഷ്യാനിക് പ്ലേറ്റ് മീൻസ് മേജർ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ് ബൈ ഓഷ്യൻ. Continental plate means major part of it is occupied by continent. Mixed plate means almost equal amount of continent and ocean. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പിക്ചറിലൂടെ മനസ്സിലാക്കി തരാം. ഇത് ലോകത്തിലെ മേജർ പ്ലേറ്റുകളുടെ ഒരു പിക്ചറാണ്. അപ്പൊ നിങ്ങൾ ഈ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ടാവും, ഈ ബ്രൗൺ കളറിൽ കാണിച്ചിരിക്കുന്ന ഈ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആണ്. ഈ പ്ലേറ്റ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആണ്. ഈ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ്. ഈ ബ്രൗൺ കളറിൽ നിങ്ങൾ കാണുന്ന ഈ ഒരു പ്ലേറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ്. പക്ഷെ ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണെങ്കിൽ ഇതിൽ കോണ്ടിനെന്റ് മാത്രമാണോ ഉള്ളത്? അല്ല. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് അമേരിക്ക ഉണ്ട്. നോർത്ത് അമേരിക്ക ഒരു കോണ്ടിനെന്റ് ആണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക് ഓഷ്യന്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറ്റ്ലാന്റിക് ഓഷ്യന്റെ ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ് എന്ന് നമ്മൾ പറഞ്ഞാലും ആ പ്ലേറ്റിനുള്ളിൽ ഓഷ്യൻ പാർട്ട് വരുന്നുണ്ട് എന്ന് അർത്ഥം. അതാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞത്. കോണ്ടിനെന്റൽ പ്ലേറ്റ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം മേജർ പാർട്ട് ഓഫ് ഇറ്റ് ഈസ് ഓക്യുപ്പൈഡ് ബൈ കോണ്ടിനെന്റ് എന്ന് മാത്രമാണ്. ഇനി ഓറഞ്ച് കളറിലെ പ്ലേറ്റ് ഉണ്ടോ, ഈ പ്ലേറ്റിനെയാണ് നമ്മൾ ആഫ്രിക്കൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ആഫ്രിക്കൻ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം ഭാഗവും ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് ആണ്. അതിന്റെ ചുറ്റും നമുക്ക് ഓഷ്യൻ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ ഓഷ്യൻ കാണാം. അപ്പോൾ ആഫ്രിക്കൻ പ്ലേറ്റിനെ കോണ്ടിനെന്റൽ പ്ലേറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിലും അത് കംപ്ലീറ്റ്ലി കോണ്ടിനെന്റൽ അല്ല. അതില് ഓഷ്യൻ പാർട്ടും ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് കോണ്ടിനെന്റൽ എന്ന് വിളിച്ചു? അതിന്റെ മേജർ പാർട്ടും ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് ഓക്യുപ്പൈ ചെയ്തു. ഇനി ഇതേ പിക്ചറിൽ തന്നെ നിങ്ങൾ പസഫിക് പ്ലേറ്റ് കാണുന്നുണ്ട്, കണ്ടോ? ഈ യെല്ലോ കളറിൽ കാണുന്ന പ്ലേറ്റ് ആണ് പസഫിക് പ്ലേറ്റ് എന്ന് പറയുന്നത്. ഈ പസഫിക് പ്ലേറ്റിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പസഫിക് പ്ലേറ്റ് ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. സാധാരണഗതിയിൽ ഓഷ്യാനിക് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മേജർ പാർട്ടും ഓഷ്യൻ ആയിരിക്കണം എന്നേ ഉള്ളൂ. പസഫിക് പ്ലേറ്റിന് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് ഈ പിക്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം പസഫിക് പ്ലേറ്റില് കോണ്ടിനെന്റൽ പാർട്ടുകൾ ഒന്നും തന്നെ വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, പസഫിക് പ്ലേറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഓഷ്യാനിക് പ്ലേറ്റ്. ശരിയാണ്, പസഫിക് പ്ലേറ്റ് കംപ്ലീറ്റ്ലി ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. അത് ദ്വീപുകൾ വരാം, പക്ഷെ കോണ്ടിനെന്റ്സിന്റെ ഭാഗങ്ങൾ അവിടെ വരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഇനി അപ്പൊ മൂന്ന് ടൈപ്പ് പ്ലേറ്റ് എന്താന്ന് മനസ്സിലായല്ലോ: കോണ്ടിനെന്റൽ പ്ലേറ്റ്, ഓഷ്യാനിക് പ്ലേറ്റ്, മിക്സഡ് പ്ലേറ്റ്.
ഇനി പ്ലേറ്റ്സിന്റെ ഇന്ററാക്ഷൻ നോക്കാം. എങ്ങനെയൊക്കെ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്യും. രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ 3 രീതിയിലാണ് ഇന്ററാക്ട് ചെയ്യുക. ഒന്ന് ഡൈവേർജന്റ് ബൗണ്ടറി, രണ്ട് കൺവേർജന്റ് ബൗണ്ടറി, മൂന്ന് ട്രാൻസ്ഫോം ബൗണ്ടറി. പ്ലേറ്റ് ക്യാൻ ബി ഇന്ററാക്റ്റഡ് ഇൻ 3 ways. ഒന്ന് ഡൈവേർജൻസ്, രണ്ട് കൺവേർജൻസ്, മൂന്ന് ട്രാൻസ്ഫോം. ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം അകന്നു പോവുകയാണെങ്കിൽ അതിനെയാണ് ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് പറയുക. If two plates are diverging, okay, if two plates are moving away from each other, രണ്ടുപേര് പരസ്പരം അകന്നു പോകുന്നു. If two plates are moving away from each other, we will call it as divergent boundary. ഇനി if two plates are colliding with each other, രണ്ട് പ്ലേറ്റ് തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്നു. If two plates are colliding with each other, അതിനെയാണ് കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുക. അടുത്താണ് ട്രാൻസ്ഫോം ബൗണ്ടറി. ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം തെന്നി നീങ്ങുന്നു. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയുക. അപ്പൊ 3 തരത്തിൽ പ്ലേറ്റ്സ് ഇന്ററാക്ട് ചെയ്യുന്നു. ഒന്ന് ഡൈവേർജൻസ്, അതായത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ അകന്നു പോകുന്നു. ഇനി കൺവേർജൻസ്, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ അടുത്ത് വരുന്നു, കൊളൈഡ് ചെയ്യുന്നു. മൂന്ന് ട്രാൻസ്ഫോം, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ തെന്നി നീങ്ങുന്നു. ട്രാൻസ്ഫോം ബൗണ്ടറി. അപ്പൊ 3 തരത്തിലാണ് പ്ലേറ്റുകൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ തന്നെ ഫസ്റ്റ് ഇന്ററാക്ഷൻ നമുക്ക് പഠിക്കാം. കൺവേർജൻസ് നമുക്ക് ആദ്യം പഠിക്കാം. കൺവേർജന്റ് ബൗണ്ടറി. കൺവേർജന്റ് ബൗണ്ടറി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു where two lithospheric plates are collide against each other. രണ്ട് പേര് തമ്മിൽ കൂട്ടിമുട്ടുന്ന ബൗണ്ടറിയാണ് കൺവേർജന്റ് ബൗണ്ടറി. where two plates are converging with each other. ഇനി രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിച്ച് ചെയ്യാം. നിങ്ങൾ തന്നെ ആലോചിക്കും, നമ്മൾ വാഹനാപകടങ്ങളൊക്കെ കാണാറുണ്ട്. രണ്ട് കാർ തമ്മിൽ കൂട്ടിയിടിച്ച് കഴിഞ്ഞാൽ അവിടെ ഒന്നില്ലെങ്കിൽ അത് ചുളുന്നു, അല്ലെ? കാർ തമ്മിൽ കൂട്ടിയിടിച്ച് ചെയ്യുമ്പോൾ അതിന്റെ മെറ്റാലിക് പാർട്ട് അല്ലെങ്കിൽ ബോഡി ചുളുന്നു, ക്രംബിൾ ചെയ്യും, അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യും. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ മടങ്ങുക, അല്ലെങ്കിൽ സബ്ഡക്ട് ചെയ്യും. സബ്ഡക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലേറ്റ് വേറൊരു പ്ലേറ്റിന് അടിയിൽ പോവുക എന്നാണ് അർത്ഥം. രണ്ടുപേരും കൂടെ കൂട്ടിമുട്ടി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിന് അടിയിലോട്ട് പോകും. ഇതിനെയാണ് സബ്ഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൊളൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ അത് ക്രംബിൾ ചെയ്യും. ക്രംബിൾ ചെയ്യാൻ പറഞ്ഞാൽ ചുളുങ്ങുക, അത് തന്നെയാണ് ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു പ്ലേറ്റിന് അടിയിൽ പോകും. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് അടിയിലോട്ട് പോവുകയാണെങ്കിൽ, ഇവിടെ ഈ പ്ലേറ്റിന് അടിയിലോട്ട് പോയി എന്ന് വിചാരിക്കാം. അങ്ങനെ അടിയിലോട്ട് പോകുന്ന പ്ലേറ്റ് മാൻഡിലോട്ടാണ് ചെന്ന് ചേരുന്നത്. മാൻഡിലിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പ്ലേറ്റ് പിന്നെ ഉരുകിത്തീരും. അതായത് ആ താഴോട്ട് പോകുന്ന പ്ലേറ്റ് അവിടെ നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നശിപ്പിക്കപ്പെടുന്നതുകൊണ്ട് തന്നെ ഇത്തരം ബൗണ്ടറീസിനെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് എഡ്ജ് എന്ന് പറയും. കൺവേർജന്റ് ബൗണ്ടറീസിനെ പൊതുവെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രക്റ്റീവ് എഡ്ജ്. കാരണം മിക്കവാറും 90% കേസിലും ഒരു പ്ലേറ്റിന്റെ അടിയിൽ പോവും. അങ്ങനെ താഴെ പോയി കഴിഞ്ഞാൽ താഴെ പോകുന്ന പ്ലേറ്റ് മാൻഡിലിന് ചെന്ന് ഉരുകി ചേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ ഡിസ്ട്രക്റ്റീവ് എഡ്ജ് എന്നാണ് വിളിക്കുക. ഇനി കൺവേർജന്റ് ബൗണ്ടറീസിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കണ്ടോ, ഒരു പ്ലേറ്റിന്റെ അടിയിലോട്ട് പോകുന്നു, കാണുന്നുണ്ടല്ലോ. അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അത് മാൻഡിലായി മാറും. ഇനി 3 തരത്തിലുള്ള കൺവേർജൻസ് ആണ് നടക്കുക. 3 തരത്തിലാണ് കൺവേർജൻസ് നടക്കുക. കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഓഷ്യൻ കൺവേർജൻസ്. ഒന്നില്ലെങ്കിൽ രണ്ട് കോണ്ടിനെന്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഷ്യനും ഒരു കോണ്ടിനെന്റും തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ട് ഓഷ്യൻസ് തമ്മിൽ കൺവേർജ് ചെയ്യാം. അപ്പൊ 3 തരത്തിലാണ് കൺവേർജൻസ് നടക്കുക. കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഒന്നില്ലെങ്കിൽ രണ്ട് കോണ്ടിനെന്റുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഒരു ഓഷ്യനും ഒരു കോണ്ടിനെന്റും തമ്മിൽ കൺവേർജ് ചെയ്യാം, അല്ലെങ്കിൽ ഓഷ്യൻ കൺവേർജൻസ്, രണ്ട് ഓഷ്യനുകൾ തമ്മിൽ കൺവേർജ് ചെയ്യാം. ഇനി ഓരോ കൺവേർജൻസിലും ഉണ്ടാവുന്ന ലാൻഡ് ഫോം ഏതാണ്, അതാണ് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമുക്ക് ആദ്യം കോണ്ടിനെന്റൽ കൺവേർജൻസിൽ തുടങ്ങാം. രണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ, കണ്ടോ, ഇവിടെ ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും ഇപ്പുറത്തുനിന്ന് ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ കൂട്ടിയിടിച്ചാൽ എന്ത് സംഭവിക്കും? ഈ കോണ്ടിനെന്റൽ പ്ലേറ്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കോണ്ടിനെന്റൽ പ്ലേറ്റും ഓഷ്യൻ പ്ലേറ്റിനെയും താരതമ്യം ചെയ്ത് നമ്മൾ എർത്തിന്റെ ഇന്റീരിയർ സ്ട്രക്ചർ പഠിച്ചപ്പോൾ 2 കാര്യങ്ങൾ പഠിച്ചു.
അത് ഇവിടെ റീകളക്ട് ചെയ്താൽ മാത്രമേ ഈ ഒരു തിയറി നമുക്ക് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അവിടെ നിങ്ങൾ പഠിച്ചത് ഓർക്കുന്നുണ്ടോ? കോണ്ടിനെന്റ് പ്ലേറ്റിന് ഡെൻസിറ്റി കുറവാണ്, ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലാണ്. ഞാൻ പറഞ്ഞിരുന്നു കോണ്ടിനെന്റൽ പ്ലേറ്റിന് ഡെൻസിറ്റി കുറവാവാൻ കാരണം എന്താ? കോണ്ടിനെന്റൽ പ്ലേറ്റിന് സെഡിമെന്റ്സ് കൂടുതലാണ്, പിന്നെ ഓഷ്യൻ പ്ലേറ്റ് ആണെങ്കിൽ ലാവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ലാവ കൊണ്ട് ഉണ്ടാവുന്നതുകൊണ്ടാണ് ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുന്നത്. അപ്പോ കോണ്ടിനെന്റൽ പ്ലേറ്റിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് മാന്റിലിനുള്ളില് സബ്മേർജ് ചെയ്യാൻ പറ്റില്ല. ഇവർ മാന്റിലിന്റെ ഉള്ളിലോട്ട് പോവത്തില്ല, കാരണം ഇവർക്ക് ഡെൻസിറ്റി കുറവാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു പ്ലാസ്റ്റിക് പന്ത് വെള്ളത്തിന് മുകളിലൂടെ ഒഴുകി കിടക്കുന്നത്, അത് നിങ്ങൾ താഴ്ത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൈ വെച്ചത് താഴ്ത്തി പിടിച്ചാലും നിങ്ങൾ കൈ റിലീസ് ചെയ്യുന്നതിനേക്കാൾ സ്പീഡിൽ ആ പന്ത് മുകളിലോട്ട് എത്തും. റീസൺ എന്താ? അതിന് ഡെൻസിറ്റി കുറവാണ്. സെയിം സാധനം ഈ പ്ലേറ്റ്സ് തമ്മിൽ കൂട്ടിയിടിക്കുന്നത് മാന്റിലിന്റെ മുകളിൽ വെച്ചിട്ടാണ്. മാന്റിലിനെ വെച്ച് നോക്കുമ്പോൾ കോണ്ടിനെന്റൽ ക്രസ്റ്റിന് തീരെ ഡെൻസിറ്റി കുറവാണ്. ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഈ രണ്ട് ക്രസ്റ്റുകളും മടങ്ങി മുകളിലോട്ട് കയറും. സ്വാഭാവികമായിട്ടും അത് മടക്ക് പർവ്വതങ്ങളായി മാറും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ, കണ്ടോ? അപ്പോ രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റുകൾ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ, രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവാനാ ചാൻസ്? ഫോൾഡ് മൗണ്ടൻസ് ഉണ്ടാവാനാണ് ചാൻസ്. അപ്പൊ ഇതിനി മറക്കരുത്, രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റുകൾ കൂട്ടിയിടിച്ചാൽ ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവും. എന്തുകൊണ്ട് ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവും? കാരണം രണ്ട് കോണ്ടിനെന്റൽ ക്രസ്റ്റിനും ഡെൻസിറ്റി കുറവാ. ഡെൻസിറ്റി കുറവാണെങ്കിൽ അവർ കൂട്ടിയിടിച്ച് കഴിയുമ്പോൾ മുകളിലോട്ട് പൊങ്ങി വരാനാണ് സാധ്യത കൂടുതൽ. ഇനി ഓഷ്യനും കോണ്ടിനെന്റും തമ്മിൽ കൺവേർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? അപ്പോ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഓഷ്യൻ പ്ലേറ്റ്, അതുപോലെ തന്നെ ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ്. ഓഷ്യനും കോണ്ടിനെന്റും കൂടെയാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലാണ്. കോണ്ടിനെന്റൽ പ്ലേറ്റിനെ അപേക്ഷിച്ച് ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതൽ. നമ്മൾ പഠിച്ചു, ഓഷ്യൻ പ്ലേറ്റ് ഉണ്ടാവുന്നത് തന്നെ മാന്റിലിൽ നിന്നുള്ള മാഗ്മ പുറത്തു വന്നിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഓഷ്യൻ പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന് അടിയിലോട്ട്, ഇങ്ങനെ അടിയിലോട്ട് പോകുന്ന ഓഷ്യൻ പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ താഴെയുള്ള മാന്റിലുമായി ചേരും. മാന്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ഓഷ്യൻ പ്ലേറ്റ് അവിടെ ഉരുകും. കാരണം എന്താ? മാന്റിലിന് ചൂട് കൂടുതലാണ്. അത് മാഗ്മയായി മാറും. ഇനി ഓൾറെഡി എർത്തിനുള്ളിലോട്ട് പോകുന്തോറും പ്രഷർ കൂടും. നമുക്കറിയാം, ഓൾറെഡി എർത്തിന്റെ ഉള്ളിലോട്ട് പോകുന്തോറും പ്രഷർ കൂടിയാ വരുന്നത്. മാന്റിലിന് ഓൾറെഡി നല്ല പ്രഷറാണ്. ഈ സമയത്താണ് ഓഷ്യൻ ക്രസ്റ്റ് മാന്റിലിനുള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ ഓഷ്യൻ ക്രസ്റ്റ് അവിടെ ഉരുകി മാഗ്മയായി മാറും. അവിടെ പ്രഷർ കൂടും. ഈ പ്രഷർ ഇവർക്ക് റിലീസ് ചെയ്യണം. ഈ പ്രഷർ ഇവര് റിലീസ് ചെയ്യുന്നത് വോൾക്കാനിസത്തിന്റെ രൂപത്തിൽ പുറത്തു വരും. അപ്പോ അത് കോണ്ടിനെന്റിന്റെ പുറത്ത് ലാവയായി വരും. അത് കോണ്ടിനെന്റിന്റെ പുറത്ത് എന്ത് ഫോം ചെയ്യും? വോൾക്കാനിക് മൗണ്ടൻസ് ഫോം ചെയ്യും. അപ്പോ നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൺവേർജ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൺവേർജ് ചെയ്താൽ ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലാണ്. ഓഷ്യൻ പ്ലേറ്റിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് തന്നെ കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ അടിയിൽ ഓഷ്യൻ പ്ലേറ്റ് സബ്ഡക്റ്റ് ചെയ്യപ്പെടും. താഴോട്ട് പോകുന്ന പ്രോസസ്സിനെ ഒന്നില്ലെങ്കിൽ മലയാളത്തിൽ നിമഞ്ജനം എന്ന് പറയും, ഇംഗ്ലീഷിലാണെങ്കിൽ സബ്ഡക്ഷൻ എന്ന് പറയും. അപ്പോൾ ഓഷ്യൻ പ്ലേറ്റ് സബ്ഡക്ട് ചെയ്യപ്പെടും കോണ്ടിനെന്റൽ ക്രസ്റ്റിന് അടിയിൽ. കോണ്ടിനെന്റൽ ക്രസ്റ്റിന് അടിയിൽ സബ്ഡക്ട് ചെയ്യുന്ന ഓഷ്യൻ പ്ലേറ്റ് മാഗ്മയിൽ ചെന്ന് ചേരും. അത് മാഗ്മയായി മാറും, ഉരുകി. അപ്പൊ അവിടെ പ്രഷർ കൂടും. പ്രഷർ കൂടുമ്പോൾ പ്രഷർ റിലീസ് ചെയ്യണം. ആ പ്രഷർ റിലീസ് ചെയ്യാനായിട്ട് എക്സസീവ് മാഗ്മയാണ് അത് പുറത്തോട്ടേക്ക് ഇജക്ട് ചെയ്യും. അപ്പൊ മാഗ്മ പുറത്തു വരുന്ന പ്രോസസ് ആണ് വോൾക്കാനിക് മൗണ്ടൻസ്. അപ്പൊ കോണ്ടിനെന്റിന്റെ ഉള്ളില് വോൾക്കാനിക് മൗണ്ടൻസ് ഫോം ചെയ്യപ്പെടും. അപ്പൊ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ഇത് കണ്ടോ? ഇതെല്ലാം വോൾക്കാനിക് മൗണ്ടൻസ് ആണ്. ഇവിടെ ലാവ പുറത്തു വരുന്നത് ഇവിടെ എടുത്ത് കാണിച്ചിട്ടുണ്ട്. ലാവ പുറത്തു വരുന്ന പിക്ചർ ഇവിടെ വൃത്തിയായിട്ട് അവർ കാണിച്ചിട്ടുണ്ട്. എക്സസീവ് ലാവ പുറത്തു വരുന്നു, അങ്ങനെ വോൾക്കാനിക് മൗണ്ടൻസ് ഫോം ചെയ്യും. അപ്പൊ നമ്മളിപ്പോ രണ്ട് കൺവേർജൻസ് പഠിച്ചു. കോണ്ടിനെന്റും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡ് മൗണ്ടൻ ഉണ്ടാവും. കോണ്ടിനെന്റും ഓഷ്യനും കൺവേർജ് ചെയ്താൽ വോൾക്കാനിക് മൗണ്ടൻസ് ഫോം ചെയ്യും. അടുത്തതെന്ന് പറയുന്നത് ഓഷ്യനും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിലാ കൺവേർജ് ചെയ്യുന്നതെങ്കിൽ, അതായത് ഇവിടെ ഒരു ഓഷ്യൻ പ്ലേറ്റ്,
ഇനി ഇവിടെ അടുത്ത ഓഷ്യൻ പ്ലേറ്റ്. ഇപ്പൊ രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർ ചെയ്തു എന്നിരിക്കട്ടെ. രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ട് ഓഷ്യൻ പ്ലേറ്റിനും ഡെൻസിറ്റി കൂടുതലാണ്. അപ്പൊ ആര് താഴെ പോകും? ഈ ഒരു സിറ്റുവേഷനിൽ ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിൽ പോകും. കാരണം എന്താണെന്നറിയോ? രണ്ടുപേരുടെ ഡെൻസിറ്റി ഒരുപോലെയാണ്. പക്ഷെ ലാർജർ ഓഷ്യൻ പ്ലേറ്റിന് ടോട്ടൽ വെയിറ്റ് കൂടുതലായിരിക്കും. സ്മോളർ ഓഷ്യൻ പ്ലേറ്റിനെ അപേക്ഷിച്ച് ലാർജർ ഓഷ്യൻ പ്ലേറ്റിന് ടോട്ടൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിലോട്ട് പോകും. അങ്ങനെ ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ അത് മാൻഡിലിൽ ചെല്ലും. മാൻഡിലിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോ സബ്ഡക്ഷൻ നടന്നാലും, എപ്പോ ഒരു പ്ലേറ്റ് മറ്റൊരു പ്ലേറ്റിന് താഴോട്ട് പോയാലും അതിനെയാണ് നമ്മൾ സബ്ഡക്ഷൻ എന്ന് പറയുക. Okay, if one plate submerges under the another plate, that is known as subduction. എപ്പോ സബ്ഡക്ഷൻ നടന്നാലും സബ്ഡക്ട് ചെയ്യപ്പെടുന്ന പ്ലേറ്റ് അവിടെ ഉരുകിച്ചേരും, മാൻഡിലിൽ ഉരുകിച്ചേരും. അത് മാഗ്മയായി മാറും. മാഗ്മയായി മാറിക്കഴിഞ്ഞാൽ അവിടെ പ്രഷർ ബിൽഡ് ചെയ്യും. ഈ പ്രഷർ റിലീസ് ചെയ്യപ്പെടും. പക്ഷെ ഇവിടെ പ്രഷർ റിലീസ് ചെയ്യപ്പെടുന്നത് ഓഷ്യനുള്ളിലോട്ടാണ്. ഓഷ്യനുള്ളിലോട്ട് ലാവ വരുമ്പോ അപ്പൊ അവിടെയും വോൾക്കാനിസം തന്നെ നടക്കുന്നത്. പ്രഷർ എപ്പോ റിലീസ് ചെയ്താലും ലാവയാണ് പുറത്തു വരിക. ലാവ പുറത്തു വരുന്ന പ്രോസസ്സിനെയാണ് എന്ത് വിളിക്കുക? വോൾക്കാനിസം എന്ന് വിളിക്കുക. അപ്പൊ ഇവിടെയും വോൾക്കാനിസം തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഇവിടെ വോൾക്കാനിസം നടക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാവ ഓഷ്യന് മുകളിലോട്ടാണ് ലാവ വരുന്നത്. ഓഷ്യന് മുകളിലോട്ട് വരുന്ന ഈ ലാവ ഓഷ്യന്റെ മുകളിൽ അടിഞ്ഞുകൂടി ഐലൻഡുകളായിട്ട് ഫോം ചെയ്യും. അപ്പൊ ഓഷ്യനും കൺവേർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം അവിടെ ഐലൻഡുകളാണ് സൃഷ്ടിക്കപ്പെടുക, ഐലൻഡ് ആർക്കുകളാണ് സൃഷ്ടിക്കപ്പെടുക. ഓക്കെ, അപ്പൊ ഇതാണ് മൂന്ന് തരം കൺവേർജൻസ്. നമ്മൾ മൂന്ന് തരം കൺവേർജൻസിനെ കുറിച്ച് കണ്ടു. കൺവേർജൻസ് എന്താണ് നമ്മൾ പറഞ്ഞു. കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ where two lithospheric plates are colliding against each other. രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ് തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുന്ന സ്ഥലങ്ങളാണ് കൺവേർജന്റ് ബൗണ്ടറീസ്. അവിടെ മൂന്ന് കാര്യങ്ങളാണ് സംഭവിക്കുക: ക്രംബ്ലിംഗ്, ഫോൾഡിംഗ്, സബ്ഡക്ഷൻ. സബ്ഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേറ്റിന്റെ അടിയിലോട്ട് പോകുന്ന പ്രോസസ് ആണ് സബ്ഡക്ഷൻ. അങ്ങനെ ഒരു പ്ലേറ്റിന്റെ അടിയിലോട്ട് പോയാൽ താഴോട്ട് പോകുന്ന പ്ലേറ്റ് അവിടെ മാൻഡിലിൽ ചെന്ന് ചേരുകയും മാൻഡിലിൽ ഉരുകി ചേരുകയും ചെയ്യും. അപ്പൊ അവിടെ പ്ലേറ്റ് ഡിസ്ട്രക്ട് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. സോ വി വിൽ കോൾ ദിസ് ബൗണ്ടറി ആസ് ഡിസ്ട്രക്റ്റീവ് എഡ്ജ്. പിന്നെ മൂന്ന് തരം കൺവേർജൻസ് ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഓഷ്യൻ കൺവേർജൻസ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, കോണ്ടിനെന്റും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടിനെന്റും കൂടെയാണ് കൺവേർജ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും? കോണ്ടിനെന്റും കൺവേർജ് ചെയ്ത് കഴിഞ്ഞാൽ കോൾഡ് മൗണ്ടൻ ഫോം ചെയ്യും. കാരണം കോണ്ടിനെന്റ് ഒരിക്കലും സബ്ഡക്ട് ചെയ്യപ്പെടില്ല. അപ്പൊ അത് തമ്മിൽ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ താഴോട്ട് പോവില്ല, പകരം അത് മടങ്ങി പൊങ്ങി വരും. ഇതാണ് ലോകത്തിലെ ഫോൾഡ് മൗണ്ടൻസ് ആയി ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്ത ഒരു മൗണ്ടൻ ആണ് നമ്മുടെ ഹിമാലയ. അടുത്ത നമ്മൾ പറഞ്ഞു കോണ്ടിനെന്റും ഓഷ്യനും തമ്മിൽ കൺവേർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഓഷ്യൻ പ്ലേറ്റും ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും കൂടെ കൺവേർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഓഷ്യൻ പ്ലേറ്റ് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് കോണ്ടിനെന്റൽ പ്ലേറ്റിന് അടിയിലോട്ട് പോകും. അങ്ങനെ കോണ്ടിനെന്റൽ പ്ലേറ്റിന് അടിയിലോട്ട് പോകുന്ന ഓഷ്യൻ പ്ലേറ്റ് എയ്സ്തെനോസ്ഫിയറിൽ അല്ലെങ്കിൽ മാൻഡിലിൽ ചെന്ന് ഉരുകിച്ചേരും. അവിടെ പ്രഷർ ഇൻക്രീസ് ചെയ്യും. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ ആ പ്രഷർ റിലീസ് ചെയ്യാനായി മാഗ്മ പുറത്തു വരും. അങ്ങനെ മാഗ്മ പുറത്തു വരുമ്പോൾ അത് വോൾക്കാനിക് മൗണ്ടൻസ് ആയി ഫോം ചെയ്യും. കോണ്ടിനെന്റിന്റെ മുകളിലാണ് ഈ വോൾക്കാനിക് മൗണ്ടൻസ് ഫോം ചെയ്യപ്പെടുക. അടുത്ത് നമ്മൾ പറഞ്ഞു എന്താണ് ഓഷ്യൻ കൺവേർജൻസ്. രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ കൺവേർ ചെയ്യുമ്പോൾ ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിലോട്ട്, ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിലോട്ട്. അപ്പൊ ഈ ലാർജർ ഓഷ്യൻ പ്ലേറ്റ് സ്മോളർ ഓഷ്യൻ പ്ലേറ്റിന്റെ അടിയിൽ പോയി കഴിയുമ്പോൾ അവിടെ ചെന്ന് ഉരുകി ചേർന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ ബിൽഡ് ചെയ്യും, മാഗ്മ ക്രിയേറ്റ് ചെയ്യപ്പെടും. ആ മാഗ്മ ഓഷ്യന്റെ അടിത്തട്ടിലൂടെ കയറി വരും. കയറി വരുമ്പോൾ ഓഷ്യന്റെ മുകളിലോട്ടാണ് ലാവ വരുന്നത്. അത് ഐലൻഡ്സ് ആയി ഫോം ചെയ്യും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈവേർജൻസ് ആണ്. എന്താണ് ഡൈവേർജന്റ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്? ഡൈവേർജന്റ് ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വേർ ടു പ്ലേറ്റ്സ് ആർ മൂവിങ് എവേ ഫ്രം ഈച്ച് അതർ. അതായത് രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം അകന്നു പോകുന്ന സ്ഥലങ്ങളാണ് എന്ത്? ഡൈവേർജന്റ് ബൗണ്ടറീസ്. രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ അകന്നു പോകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ,
രണ്ട് ലിത്തോസ്ഫിയറിക് പ്ലേറ്റ്സ് തമ്മിൽ എപ്പോൾ അകന്നു പോയാലും മാന്റിലിൽ നിന്ന് മാഗ്മ വരും. ആ മാഗ്മ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. മാഗ്മ ഡെപ്പോസിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പുതിയതായി ക്രസ്റ്റ് ഉണ്ടാവുക എന്നാണ് അർത്ഥം. അപ്പോ പുതിയതായിട്ട് ക്രസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് കൺസ്ട്രക്റ്റീവ് എഡ്ജ് ആണ്. അത് കൺസ്ട്രക്റ്റീവ് എഡ്ജ് ആണ്. അപ്പോ ഡൈവേർജന്റ് ബൗണ്ടറീസിൽ 2 പ്ലേറ്റ്സ് ആർ മൂവിങ് അവേ ഫ്രം ഈച്ച് അതർ. രണ്ട് പ്ലേറ്റ്സ് പരസ്പരം അകന്നു മാറുന്നു. അങ്ങനെ അകന്നു മാറുമ്പോൾ മാന്റിലിൽ നിന്ന് മാഗ്മ പുറത്തോട്ട് വരും. ആ മാഗ്മ ഈ പ്ലേറ്റ്സിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ക്രസ്റ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ കൺസ്ട്രക്റ്റീവ് എഡ്ജസ് എന്നാണ് വിളിക്കുക. ഇനി നമ്മൾ പറഞ്ഞു എപ്പ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്താലും മാന്റിലിൽ നിന്ന് മാഗ്മ പുറത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ വോൾക്കാനിസം എന്ന പ്രോസസ്സ് അവിടെ നടക്കും. അപ്പൊ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്ത് ഉറപ്പായിട്ടും അവിടെ വോൾക്കാനിസം നടക്കും. അത് മാത്രമല്ല അവിടെ എർത്ത് ഉണ്ടാവും. ഇനി നമുക്ക് ഡൈവേർജൻസ് ഏതൊക്കെ ടൈപ്പാന്ന് നോക്കാം. നിങ്ങളുടെ ബുക്കിൽ പ്രത്യേകിച്ച് ഡൈവേർജൻസിന്റെ ടൈപ്പ് ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് 3 ഡൈവേർജൻസ് പറഞ്ഞുതരാം. ഒന്ന് ഓഷ്യൻ ഓഷ്യൻ ഡൈവേർജൻസ്. ഓഷ്യനും ഓഷ്യനും കൂടെ ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഷ്യനും ഓഷ്യനും ഡൈവേർജ് ചെയ്യുമ്പോഴാണ് നമ്മൾ പറഞ്ഞ രണ്ട് ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ ഡൈവേർജ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാന്റിലിൽ നിന്ന് മാഗ്മ പുറത്തു വരും. ആ മാഗ്മ ഓഷ്യന്റെ രണ്ട് സൈഡിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യും എന്ന് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഓഷ്യനും ഓഷ്യനും ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആണ്. MR എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. ഇനി ആലോചിച്ച് നോക്കിയേ, ഒരു കോണ്ടിനെന്റും ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോ കോണ്ടിനെന്റും ഡൈവേർജ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ ഈ അടുത്തിടയ്ക്ക് ന്യൂസ് പേപ്പറിൽ വായിച്ചിട്ടുണ്ടാവും, ആഫ്രിക്ക റിഫ്റ്റ് ചെയ്യുന്നു. വായിച്ചായിരുന്നോ? ആഫ്രിക്ക റിഫ്റ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ ആഫ്രിക്ക റിഫ്റ്റ് ചെയ്യാനുള്ള കാരണം, റിഫ്റ്റ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആഫ്രിക്ക റിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ എന്താ ഫോം ചെയ്യാൻ പോകുന്നത്? അവിടെ റിഫ്റ്റ് വാലീസ് ഫോം ചെയ്യും. രണ്ട് കോണ്ടിനെന്റുകൾ തമ്മിൽ പരസ്പരം അകന്നു പോവുകയാണെങ്കിൽ അവിടെ ഒരു വാലിയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുക. അവിടെ റിഫ്റ്റ് വാലീസ് ആണ് ഉണ്ടാവുക. റിഫ്റ്റ് വാലീസ് ആണ് അവിടെ ഉണ്ടാവുക. ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് പണ്ടിരുന്നത് ഇങ്ങനെയാണ്. നിങ്ങളിത് ആഫ്രിക്ക ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആഫ്രിക്ക എന്ന കോണ്ടിനെന്റ് ആക്ച്വലി ഈ രണ്ട് സൈഡിൽ നിന്ന് റിഫ്റ്റ് ചെയ്ത് മാറിപ്പോയതാ. ഇവിടെ റിഫ്റ്റ് വന്നതുകൊണ്ടാണ് റെഡ് സീ ഫോം ചെയ്തേക്കുന്നത്. ഓക്കെ, റെഡ് സീ ഫോം ചെയ്യാൻ കാരണം ആഫ്രിക്കയുടെ നടുവിൽ വെച്ചിട്ട് റിഫ്റ്റ് വന്നേക്കുന്നതാ. ഇപ്പൊ ആഫ്രിക്ക റിഫ്റ്റ് ചെയ്യുന്നത് ഈ ഭാഗത്തായിട്ടാ, താഴോട്ടേക്കാണ് ആഫ്രിക്ക റിഫ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെ രണ്ട് സൈഡിലോട്ട്. ഇപ്പൊ അവിടെ അതുകൊണ്ട് തന്നെ റിഫ്റ്റ് വാലീസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരുന്നോ, രണ്ട് കോണ്ടിനെന്റുകൾ തമ്മിൽ അകന്നു പോയി കഴിഞ്ഞാൽ അവിടെ റിഫ്റ്റ് വാലീസ് ആണ് ഫോം ചെയ്യുക. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള വേറൊരു കാര്യമാണ്, ഒരു കോണ്ടിനെന്റും ഒരു ഓഷ്യനും തമ്മിൽ റിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റും ഒരു ഓഷ്യൻ പ്ലേറ്റും തമ്മിൽ റിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും എന്ന് ചോദിക്കും. അപ്പൊ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ വീതി എന്ന് പറയുന്നത് ഏകദേശം, കോണ്ടിനെന്റൽ ക്രസ്റ്റിന്റെ വീതി എന്ന് പറയുന്നത് 50 to 70 കിലോമീറ്റർ ആണ് തിക്നെസ്. 50 to 70 കിലോമീറ്റർ. ഓഷ്യൻ ക്രസ്റ്റിന്റെ തിക്നെസ് എന്ന് പറയുന്നത് 5 to 30 കിലോമീറ്റേഴ്സ് ആണ്. സ്വാഭാവികമായിട്ടും ഇവര് തമ്മിൽ പരസ്പരം അകലുമ്പോൾ മാന്റിലിൽ നിന്ന് മാഗ്മ വരും. മാഗ്മ ഇവിടെ ഫില്ല് ചെയ്യപ്പെടും. അതായത് പുതിയ ഓഷ്യൻ ക്രസ്റ്റ് അവിടെ ഫോം ചെയ്യും. പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല. അതായത് കോണ്ടിനെന്റും ഓഷ്യനും തമ്മിലാണ് റിഫ്റ്റ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടെ ഓഷ്യൻ ഫ്ലോർ എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും. അതിൽ കൂടുതൽ ഒന്നും നടക്കില്ല. ഓഷ്യൻ റിഫ്റ്റ് ചെയ്താൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസ്, കോണ്ടിനെന്റും റിഫ്റ്റ് ചെയ്താൽ റിഫ്റ്റ് വാലി, ഓഷ്യനും കോണ്ടിനെന്റും റിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു ഓഷ്യൻ ക്രസ്റ്റ് ഫോം ചെയ്യപ്പെടും. അപ്പോ രണ്ട് തരം ഇന്ററാക്ഷൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കൺവേർജിങ് ബൗണ്ടറി, ഡൈവേർജിങ് ബൗണ്ടറി. ഇനി മൂന്നാമത്തെ ബൗണ്ടറി ആണ് ട്രാൻസ്ഫോം ബൗണ്ടറി. എന്താണ് ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞു വെയർ ടു പ്ലേറ്റ്സ് ആർ സ്ലൈഡ് പാസ്റ്റ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ. രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ പരസ്പരം അകന്നു പോകുന്നു. ഒന്നില്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് തമ്മിൽ ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അകന്നു പോവാം, അല്ലെങ്കിൽ രണ്ട് പ്ലേറ്റ്സ് ഒരേ ഡയറക്ഷനിൽ തന്നെ മൂവ് ചെയ്യുന്നുണ്ടാവും.
പക്ഷെ അവരുടെ മൂവ്മെന്റിന്റെ സ്പീഡിൽ വേരിയേഷൻ ഉണ്ടാവും. ഇപ്പൊ ഈ രണ്ട് പ്ലേറ്റും ഇവര് പരസ്പരം ഉരസി മാറുകയാണ്. ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ പെർ ഇയർ, ഇയാളുടെ സ്പീഡ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ പെർ ഇയർ ആണെന്നിരിക്കട്ടെ. രണ്ടുപേരും ഒരേ ഡയറക്ഷനിലാണ് പോകുന്നത്, എന്നാൽ ഇവയ്ക്കിടയിൽ ഒരു ഉരസൽ അനുഭവപ്പെടും. അപ്പൊ പരസ്പരം ഉരസി മാറുന്ന അല്ലെങ്കിൽ സ്ലൈഡ് പാസ്റ്റ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ, അങ്ങനെയുള്ള ബൗണ്ടറികളെയാണ് ട്രാൻസ്ഫോം ബൗണ്ടറികൾ എന്ന് പറയുക. ഈ ട്രാൻസ്ഫോം ബൗണ്ടറികളിൽ കൺസ്ട്രക്ഷനും നടക്കുന്നില്ല, ഡിസ്ട്രക്ഷനും നടക്കുന്നില്ല. there is no creation and there is no destruction. ലാൻഡ് ഫോം ഒന്നും തന്നെ അവിടെ ഉണ്ടാവുന്നില്ല, കൺസ്ട്രക്ഷനും ഇല്ല, ഡിസ്ട്രക്ഷനും ഇല്ല. എർത്ത് മാത്രമേ അവിടെ ഉണ്ടാവാറുള്ളൂ. ഇനി ട്രാൻസ്ഫോം ബൗണ്ടറിക്ക് ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ഇൻ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് USA. പസഫിക് ഓഷ്യനിൽ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് US അവിടെയായിട്ട് ഒരു ഫേമസ് ആയിട്ടുള്ള ട്രാൻസ്ഫോം ബൗണ്ടറി ഉണ്ട്. അതിന്റെ പേരാണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട്. സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് ട്രാൻസ്ഫോം ബൗണ്ടറി പ്രസന്റ് ഇൻ ദി വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് US. ഇനി ട്രാൻസ്ഫോം ബൗണ്ടറിനെ കുറിച്ച് നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും: ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആർ ജനറലി പെർപെൻഡിക്കുലർ ടു മിഡ് ഓഷ്യാനിക് റിഡ്ജ്. ഞാൻ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എല്ലാവരും അവരവരുടെ നോട്ട്ബുക്കിൽ എഴുതിക്കൊള്ളുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സാധാരണഗതിയിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് ഫോം ചെയ്യുന്നതെന്ന്. ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആർ ജനറലി പെർപെൻഡിക്കുലർ ടു മിഡ് ഓഷ്യാനിക് റിഡ്ജ്. അതെങ്ങനെ ശരിയാവും? നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യുന്നത്. രണ്ട് ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ പരസ്പരം അകന്നു മാറുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് ഓഷ്യൻ ക്രസ്റ്റസ് തമ്മിൽ ഡൈവേർജ് ചെയ്യുമ്പോഴാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഒരു ഓഷ്യൻ ക്രസ്റ്റിനെ തന്നെ വീണ്ടും കുഞ്ഞു കുഞ്ഞു ക്രസ്റ്റുകളായിട്ട് തിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇന്ത്യ എന്ന രാജ്യത്തിനെ ചെറിയ ചെറിയ സ്റ്റേറ്റ്സ് ആയിട്ട് തിരിക്കുന്നുണ്ട്, സ്റ്റേറ്റ്സിനെ വീണ്ടും ഡിസ്ട്രിക്റ്റ് ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു ലാർജർ ഓഷ്യൻ പ്ലേറ്റിനെ വീണ്ടും നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ്സ് ആയിട്ട് തിരിക്കാം. ഇത് ഓരോ പ്ലേറ്റ്സ് ആണ് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഇത് ഒരു പ്ലേറ്റ്, ഇത് രണ്ടാമത്തെ പ്ലേറ്റ്, ഇത് മൂന്നാമത്തെ പ്ലേറ്റ്, ഇത് നാലാമത്തെ പ്ലേറ്റ്. അതുപോലെ തന്നെ ഇതിലെ ഒന്നാമത്തെ പ്ലേറ്റ് ഇതാണ്, രണ്ടാമത്തെ ഇതാണ്, മൂന്നാമത്തെ ഇതാണ്, നാലാമത്തെ പ്ലേറ്റ് ആണ് എന്ന് വിചാരിക്കുക. അതായത് രണ്ട് ലാർജർ ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോഴാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ടാകുന്നത്. ഈ ലാർജർ ഓഷ്യൻ പ്ലേറ്റിന് ഉള്ളിൽ തന്നെ കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ഉണ്ടാവും. ഇനി ഈ എല്ലാ പ്ലേറ്റുകളും ഒരേ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നടുക്ക് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇവരെല്ലാവരും ഒരേ ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും ഓരോരുത്തരുടെയും മൂവ്മെന്റ് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ആദ്യത്തെ ആള് 2 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, രണ്ടാമത്തെ കുഞ്ഞു പ്ലേറ്റ് 5 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും മൂവ് ചെയ്യുന്നത്, മൂന്നാമത്തെ ആള് 1 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും, നാലാമത്തെ ആള് ചിലപ്പോൾ 7 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും. ഇവിടെയും അതുപോലെ ചിലപ്പോൾ ഒരാൾ 2 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും, ഒരാൾ ചിലപ്പോൾ 1 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും, ഒരാൾ 7 സെന്റിമീറ്റർ പെർ ഇയർ ആയിരിക്കും. അപ്പോ ഒരേ സൈഡിലോട്ടാണ് മൂവ് ചെയ്യുന്നതെങ്കിലും ഇവർ തമ്മിൽ റേറ്റ് ഓഫ് മൂവ്മെന്റ് ഡിഫറെന്റ് ആണെങ്കിൽ ഇവക്കിടയിൽ ഉരസലുണ്ടാവും. ഇവരുടെ മൂവ്മെന്റിന്റെ സ്പീഡ് ഡിഫറെന്റ് ആണെങ്കിൽ ഈ പ്ലേറ്റ്സിനിടയിൽ എന്തുണ്ടാവും? ട്രാൻസ്ഫോം ബൗണ്ടറീസ് ഫോം ചെയ്യും. അപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നതെല്ലാം ട്രാൻസ്ഫോം ബൗണ്ടറീസാ. ഈ ബ്ലാക്ക് വര വരയ്ക്കുന്നത് ട്രാൻസ്ഫോം ബൗണ്ടറീസാ. അപ്പൊ നമുക്ക് പറഞ്ഞൂടെ മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് കാണാറ്. അപ്പോ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ജനറലി മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ട്രാൻസ്ഫോം ബൗണ്ടറീസ് ഫോം ചെയ്യുന്നത്. ട്രാൻസ്ഫോം ബൗണ്ടറീസ് ആർ ജനറലി പെർപെൻഡിക്കുലർ ടു മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. ക്ലിയർ ആണല്ലോ ഞാൻ പറഞ്ഞത്? അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രാൻസ്ഫോം ബൗണ്ടറിനെ കുറിച്ച്. അപ്പൊ ട്രാൻസ്ഫോം ബൗണ്ടറിനെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്താണ് ട്രാൻസ്ഫോം ബൗണ്ടറി? നമ്മൾ പറഞ്ഞു where two ocean plates are slide past against each other. നമ്മൾ പറഞ്ഞു അവിടെ കൺസ്ട്രക്ഷനും ഇല്ല, ഡിസ്ട്രക്ഷനും ഇല്ല. ഫേമസ് എക്സാമ്പിൾ ഫോർ ട്രാൻസ്ഫോം ബൗണ്ടറി ആണ് സാൻ ആൻഡ്രിയാസ് ഫോൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു സാധാരണഗതിയിൽ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി പ്ലേറ്റ് ടെക്ടോണിക് തിയറി പ്രകാരം ഭൂമി ഉണ്ടായിരിക്കുന്നത് 7 മേജർ പ്ലേറ്റുകളും കുറച്ച് മൈനർ പ്ലേറ്റുകളും ചേർന്നിട്ടാണ്. ഇപ്പൊ 7 മേജർ പ്ലേറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം.
ഭൂമി ഉണ്ടായിരിക്കുന്നത് 7 മേജർ പ്ലേറ്റുകൾ കൊണ്ടും കുറച്ച് മൈനർ പ്ലേറ്റുകൾ കൊണ്ടാണ്. പക്ഷെ ഓരോ വർഷവും പുതിയ പുതിയ മൈനർ പ്ലേറ്റുകൾ കണ്ടുപിടിക്കാറുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കുറച്ചെണ്ണം മൈനർ പ്ലേറ്റ് തന്നിട്ടുള്ളൂ. അതിനർത്ഥം അത്രയും മൈനർ പ്ലേറ്റ് മാത്രമാണ് ഉള്ളത് എന്നല്ല. മൈനർ പ്ലേറ്റ് ഇനിയുണ്ട് കുറെ. പക്ഷെ മേജർ പ്ലേറ്റുകൾ 7 എണ്ണേ ഉള്ളൂ. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വന്നേക്കുമ്പോൾ അങ്ങനെ തന്നെ പഠിച്ചോളുക. അപ്പൊ 7 മേജർ പ്ലേറ്റ് പഠിക്കാൻ എളുപ്പമാണ്. 7 കോണ്ടിനെന്റുകൾ ഉണ്ടല്ലോ, ആ കോണ്ടിനെന്റുകളുടെ പേരിലാണ് 6 മേജർ പ്ലേറ്റുകൾ ഇരിക്കുന്നത്. ഒരേ ഒരു മേജർ പ്ലേറ്റ് മാത്രമാണ് ഓഷ്യൻ പ്ലേറ്റ് ഉള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം കോണ്ടിനെന്റുകളുടെ പേര്. അന്റാർട്ടിക്ക, അപ്പൊ അന്റാർട്ടിക് പ്ലേറ്റ് ഒന്നാമത്തത്. നോർത്ത് അമേരിക്ക, അപ്പൊ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. സൗത്ത് അമേരിക്ക, അപ്പൊ സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇനി ആഫ്രിക്ക, ആഫ്രിക്കൻ പ്ലേറ്റ്. ഇനി യൂറോപ്പും ഏഷ്യയും ഒറ്റ പ്ലേറ്റാ, അപ്പൊ യുറേഷ്യൻ പ്ലേറ്റ് അഞ്ചാമത്തെ പ്ലേറ്റ്. യൂറോപ്പും ഏഷ്യയും ഒറ്റ പ്ലേറ്റാ, അപ്പൊ യുറേഷ്യൻ പ്ലേറ്റ്. ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഇന്ത്യയുടെ കൂടെ ഇരിക്കുന്നത്, അപ്പൊ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ആറാമത്തെ പ്ലേറ്റ്. അപ്പൊ 6 പ്ലേറ്റുകൾ കോണ്ടിനെന്റൽ ആണ്. ഏതൊക്കെയാണ്? അന്റാർട്ടിക് പ്ലേറ്റ്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്. അടുത്തത് പസഫിക് പ്ലേറ്റ്. പസഫിക് പ്ലേറ്റ് എന്ന് പറയുന്നത് മാത്രമാണ് ഓഷ്യൻ പ്ലേറ്റ്. ഇതാണ് 7ാമത്തെ പ്ലേറ്റ്. ഇത് ഓഷ്യാനിക് പ്ലേറ്റ് ആണ്. അപ്പൊ 7 മേജർ പ്ലേറ്റുകൾ ഭൂമി ഉണ്ടായിരിക്കുന്നത്, ആ 7 മേജർ പ്ലേറ്റുകളിൽ 6ഉം കോണ്ടിനെന്റൽ പ്ലേറ്റ്സ് ആണ്. ഒരേ ഒരു ഓഷ്യൻ പ്ലേറ്റേ ഉള്ളൂ, അത് പസഫിക് പ്ലേറ്റ് ആണ്. 6 പ്ലേറ്റുകളും കോണ്ടിനെന്റുകളുടെ പേരിൽ തന്നെ. നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ്, അന്റാർട്ടിക്കൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്. ഇനി ഞാൻ ഈ പ്ലേറ്റുകളെ നിങ്ങൾക്ക് പിക്ചറിൽ കാണിച്ചു തരാം. അതിനു മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് മൈനർ പ്ലേറ്റുകളുടെ പേരുകളും കൂടെ നോക്കാം. അപ്പൊ മൈനർ പ്ലേറ്റുകളാണ് കോക്കസ് പ്ലേറ്റ്, നാസ്ക പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, ഫിലിപ്പിയൻ പ്ലേറ്റ്, കരോളിൻ പ്ലേറ്റ്, ഫ്യൂജി പ്ലേറ്റ്. അതുകൂടാതെ ഇനിയും പ്ലേറ്റ് ഉണ്ട്, സുണ്ട പ്ലേറ്റ്. ഓക്കെ, അപ്പൊ കോക്കസ്, നാസ്ക, അറേബ്യൻ, ഫിലിപ്പിയൻ, കരോളിൻ ആൻഡ് ഫിജി. ഇത് ഓരോന്നും നമുക്ക് നമ്മുടെ അറ്റ്ലസിലല്ല മാപ്പിൽ നോക്കാം. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിൽ കാണുന്ന ഗ്രീൻ കളറിലെ പ്ലേറ്റ്, ഇതാണ് യുറേഷ്യൻ പ്ലേറ്റ്. ഗ്രീൻ കളറിലെ പ്ലേറ്റ്, ഇതാണ് യുറേഷ്യൻ പ്ലേറ്റ്. ഞാൻ പറഞ്ഞു ഇത് കോണ്ടിനെന്റൽ പ്ലേറ്റ് ആണ്. ഇതിന്റെ ഭൂരിഭാഗം ഭാഗത്തും യൂറോപ്പും ഏഷ്യയും എന്ന് പറയുന്ന 2 കോണ്ടിനെന്റുകളാണ്. പക്ഷെ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക് ഓഷ്യന്റെ ഭാഗങ്ങളും അവിടെ കാണാനായിട്ട് സാധിക്കും. അടുത്ത പ്ലേറ്റ് ആണ് നമ്മുടെ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്. ആ ബ്രൗൺ കളറിൽ കാണുന്ന പ്ലേറ്റ്, അതാണ് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്ന് പറയുന്നത്. ബ്രൗൺ കളറിൽ കാണുന്ന പ്ലേറ്റ്, അത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ആണ് ഇത്. ഇനി അതിന്റെ തൊട്ട് താഴെയായിട്ട് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, വയലറ്റ് കളറിൽ കാണുന്നത്. ദെൻ ആഫ്രിക്കൻ പ്ലേറ്റ്, ഓറഞ്ച് കളറിൽ കാണുന്നത്. ഇൻഡോ ഓസ്ട്രേലിയൻ, ഇതിൽ ഇന്ത്യൻ പ്ലേറ്റ് സെപ്പറേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഒരു ലാർജ് പ്ലേറ്റിനെ തന്നെ വീണ്ടും കുഞ്ഞു കുഞ്ഞു പ്ലേറ്റ്സ് ആക്കാം. പക്ഷെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് മേജർ പ്ലേറ്റ് ആയിട്ട് ഒരൊറ്റ പ്ലേറ്റ് ആയിട്ടാണ് പറയുന്നത്, ഇത് രണ്ടും കൂടെ. ദെൻ ഈ യെല്ലോ കളറിൽ കാണുന്ന പസഫിക് പ്ലേറ്റ്, താഴെ ബ്ലൂ കളറിൽ കാണുന്ന അന്റാർട്ടിക് പ്ലേറ്റ്. അപ്പൊ ഈ 7 പ്ലേറ്റുകൾ നിങ്ങൾ കണ്ടു. അപ്പൊ ഇതിൽ ഒരു കോണ്ടിനെന്റൽ പ്ലേറ്റ് പോലും കംപ്ലീറ്റ്ലി കോണ്ടിനെന്റ് ആയിട്ടുള്ളത് ഇല്ല. എല്ലാ കോണ്ടിനെന്റൽ പ്ലേറ്റിലും ഓഷ്യൻ പാർട്ട് ഉണ്ട്. പക്ഷെ പസഫിക് പ്ലേറ്റ് കംപ്ലീറ്റ്ലി ഓഷ്യാനിക് ആണ്. ഇനി നമുക്ക് കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ നോക്കാം. കുഞ്ഞു കുഞ്ഞു പ്ലേറ്റുകൾ നിങ്ങൾ നോക്കി വെച്ചോളണം, ചിലപ്പോൾ അതിന്റെ ലൊക്കേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ കാണുന്ന ചെറിയ പ്ലേറ്റ് ഉണ്ടല്ലോ, ഈ ബ്ലൂ, ഇതാണ് കോക്കസ് പ്ലേറ്റ്. കണ്ട, കോക്കസ് പ്ലേറ്റ്, ഈ ചെറിയ പ്ലേറ്റ്, ഇതാണ് കോക്കസ് പ്ലേറ്റ്. അതിന്റെ തൊട്ട് താഴെയാണ് നാസ്ക പ്ലേറ്റ് ഇരിക്കുന്നത്. അപ്പൊ നമ്മളോട് പരീക്ഷയ്ക്ക് നോക്കിയാൽ കോക്കസ് പ്ലേറ്റ് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പസഫിക് പ്ലേറ്റിനും നോർത്ത് അമേരിക്കൻ പ്ലേറ്റിനും സൗത്ത് അമേരിക്കൻ പ്ലേറ്റിനും നാസ്ക പ്ലേറ്റിനും ഇടയിലാണ് കോക്കസ് പ്ലേറ്റ്. കോക്കസ് പ്ലേറ്റിന് തൊട്ട് താഴെയാണ് നാസ്ക പ്ലേറ്റ് ഇരിക്കുന്നത്, ബിറ്റ്വീൻ പസഫിക് പ്ലേറ്റ് ആൻഡ് സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്. ഇനി ഈ കാണുന്ന സ്ഥലമില്ലേ, നമ്മുടെ സൗദി അറേബ്യ, UAE, ഖത്തറൊക്കെ വരുന്ന സ്ഥലം, ഇത് അറേബ്യൻ പെനിൻസുല വരുന്ന പ്ലേറ്റ്, ഈ മഞ്ഞ കളറില, ഇതാണ് അറേബ്യൻ പ്ലേറ്റ്. ഇനി ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം വരുന്ന സാധനം, ഈ റെഡ് കളറിലെ പ്ലേറ്റ്, ഫിലിപ്പീൻസ് എന്ന് പറയുന്ന രാജ്യം ഉൾക്കൊള്ളുന്ന പ്ലേറ്റ്, അതാണ് ഫിലിപ്പിനോ പ്ലേറ്റ്. ഇനി ഫ്യൂജി പ്ലേറ്റ് ഉണ്ട്. ഫ്യൂജി പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജപ്പാൻ ഇരിക്കുന്ന പ്ലേറ്റ് ആണ് ഫ്യൂജി പ്ലേറ്റ്. ഇനി കാരോളിൻ പ്ലേറ്റ് ഉണ്ട്. കരോളിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിക്ചറിൽ കാണിച്ചിട്ടില്ല, ഓസ്ട്രേലിയയുടെ നോർത്ത് ഈസ്റ്റിൽ വരുന്ന പ്ലേറ്റിനെയാണ് കരോളിൻ പ്ലേറ്റ് എന്ന് പറയുക. സുണ്ട പ്ലേറ്റ് എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വരിക, നമ്മുടെ
ഇന്തോനേഷ്യയുടെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന പ്ലേറ്റ് ആണ് സുണ്ട പ്ലേറ്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മേജർ പ്ലേറ്റ് പഠിക്കുക, ബാക്കി എല്ലാ പ്ലേറ്റുകളും മൈനർ ആണ് എന്ന് മനസ്സിൽ വെച്ചേക്കാം. അപ്പൊ ഇത്രയുമാണ് പ്ലേറ്റ് ടെക്ടോണിക് തിയറിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് പ്ലേറ്റ് ടെക്ടോണിക് തിയറി, അപ്പൊ ഇതോടുകൂടി നമ്മുടെ തിയറീസ് ഇൻ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക് കഴിഞ്ഞു. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ അസോസിയേറ്റഡ് വിത്ത് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ്? എന്തൊക്കെയാണ് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്? കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസിൽ വരുന്നത് റിഫ്റ്റ് വാലി. റിഫ്റ്റ് വാലി ഡൈവേർജൻസിലാണ് വരിക. നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? കോണ്ടിനെന്റും തമ്മിൽ ഡൈവേർജ് ചെയ്യുമ്പോഴാണ് റിഫ്റ്റ് വാലി വരിക. കോണ്ടിനെന്റും ഡൈവേർജ് ചെയ്യുമ്പോഴാണ് റിഫ്റ്റ് വാലി. അപ്പൊ തെറ്റാ. ട്രെഞ്ചസ് കൺവേർജൻസ് ഉണ്ടാ. നമ്മൾ പറഞ്ഞു ഓഷ്യനും കോണ്ടിനെന്റും തമ്മിൽ കൺവേർജ് ചെയ്യുമ്പോൾ ഓഷ്യൻ പ്ലേറ്റ് കോണ്ടിനെന്റൽ പ്ലേറ്റിന്റെ അടിയിൽ പോകും. അവിടെയാണ് ട്രെഞ്ചസ് രൂപപ്പെടുക. അപ്പൊ ട്രെഞ്ചസ് കൺവേർജൻസ് ആണ്. ഓക്കെ, ട്രെഞ്ചസ് എന്ന് പറയുന്നത് കൺവേർജന്റ് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. വോൾക്കാനിസം അതും കൺവേർജൻസിലാണ്. ഈ കേസിൽ തന്നെയാണ് ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൂട്ടിയിടിക്കുമ്പോൾ പ്ലേറ്റ് താഴെ പോയി കഴിഞ്ഞാൽ വോൾക്കാനിസം നടക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതും കൺവേർജൻസിലാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജ് അത് ഡൈവേർജൻസിലാണ്. രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോഴാണ് എന്തുണ്ടാവുക? രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോഴാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ടാവുക. അപ്പൊ റിഫ്റ്റ് വാലിയും മിഡ് ഓഷ്യാനിക് റിഡ്ജസും ഉണ്ടാവുന്നത് ഡൈവേർജൻസിലാണ്. ട്രെഞ്ചസും വോൾക്കാനിസും ഉണ്ടാവുന്നത് കൺവേർജൻസിലാണ്. കറക്റ്റ് ആൻസർ ആണ് 2 ഉം 3 ആണ് കറക്റ്റ്. ആൻസർ ഈസ് ഓപ്ഷൻ ബി, 2 and 3 only. ഈ ക്വസ്റ്റ്യൻ കുറച്ച് ടഫ് ആണ് എന്ന് എനിക്ക് അറിയാം, പക്ഷെ ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചേ പറ്റത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വിത്ത് റെഫറൻസ് ടു പ്ലേറ്റ് ബൗണ്ടറീസ് which of the following is or are true? New crust is generated at convergent boundary. Convergent boundaryയിലാണ് ന്യൂ ക്രസ്റ്റ് ഉണ്ടാവുന്നതെന്ന് ശരിയാണോ? അല്ല. നമ്മൾ കൺവേർജന്റ് ബൗണ്ടറീസിനെ വിളിച്ച വേറൊരു പേരെന്താ? ഡിസ്ട്രക്റ്റീവ് ബൗണ്ടറി എന്നാണ് വിളിച്ചത്. ഡിസ്ട്രക്റ്റീവ്. കൺവേർജന്റ് ബൗണ്ടറിയിൽ ഒരു പ്ലേറ്റ് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ന്യൂ ക്രസ്റ്റ് ഉണ്ടാവുന്നത് എപ്പോഴാ? ഡൈവേർജന്റ് ബൗണ്ടറീസിൽ. ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ അകലുമ്പോഴാണ് ന്യൂ ക്രസ്റ്റ് ഉണ്ടാവുക. ഇത് തെറ്റാ. Convergent boundaries happens only between two continental plates. Convergent boundaries only continental plate മാത്രമേ ഉണ്ടാവുള്ളൂ. അത് തെറ്റാ. നമ്മൾ കോണ്ടിനെന്റൽ കൺവേർജൻസ് പറഞ്ഞു. കോണ്ടിനെന്റും കൺവേർജ് ചെയ്ത ഫോൾട്ട് മൗണ്ടൻ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ് പറഞ്ഞു. ഓഷ്യനും കോണ്ടിനെന്റും കൂടെ കൺവേർജ് ചെയ്ത വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓഷ്യൻ കൺവേർജൻസ് പറഞ്ഞു. ഓഷ്യനും കൺവേർജ് ചെയ്ത ഐലൻഡ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അതും തെറ്റാ. In divergent boundaries, one crust is destroyed by another. അതും തെറ്റാ. ഡൈവേർജന്റ് ബൗണ്ടറീസിൽ ഡിസ്ട്രക്ഷൻ അല്ല നടക്കുന്നത്. മാഗ്മ പുറത്തു വരുമ്പോ കൺസ്ട്രക്ഷൻ ആണ് നടക്കുന്നത്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണെങ്കിൽ സെലക്ട് ദി കറക്റ്റ് ആൻസർ എന്നാ പറഞ്ഞാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ആണ് വരിക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. Convergent boundaries of plates don't happen between two oceanic plates. The rotation of the earth has its effects on separated blocks of plate portions. Choose the correct statements. Okay, answer കിട്ടിയെന്ന് വിചാരിക്കുന്നു. Convergent boundaries of plates do not happen between two oceanic plates. നമ്മളിപ്പോ പറഞ്ഞോളൂ ഓഷ്യൻ കൺവേർജൻസ് നടക്കുമ്പോഴാണ് ഐലൻഡ് ഉണ്ടാവുന്നത് എന്ന്. അപ്പൊ തെറ്റാണ്. Then rotation of earth has its effect on separated blocks of plate portion. അത് ശരിയാണ്. കുറെ പേര് വിചാരിക്കും ഇത് എങ്ങനെ ശരിയാവും, അങ്ങനെയെങ്കിൽ ആൽഫ്രഡ് വെഗ്നറിന്റെ തിയറി ശരിയാവണ്ടേ? ആൽഫ്രഡ് വെഗ്നർ പറഞ്ഞത് എന്താണ്? കോണ്ടിനെന്റ് മൂവ് ചെയ്യുന്നത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എന്നല്ലേ? പോളാർ ഫ്ലീയിങ് ഫോഴ്സ് കൊണ്ടാണ് എന്നല്ലേ? വെഗ്നർ പറഞ്ഞത് തെറ്റാ. വെഗ്നർ എന്താ പറഞ്ഞത്? ഭൂമി കറങ്ങുന്നത് കൊണ്ട് പ്ലേറ്റ് മൂവ് ചെയ്യുന്നു. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഭൂമി കറങ്ങുന്നത് കൊണ്ട് അതിന്റെ എഫക്റ്റ് പ്ലേറ്റിൽ ഉണ്ടാവാം. അല്ലാതെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാന്നല്ല ഇവിടെ പറയുന്നത്. പ്ലേറ്റ് മൂവ് ചെയ്യുന്നത് ഭൂമി കറങ്ങുന്നത് കൊണ്ടാണ് എന്നല്ല ഈ സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് ഭൂമിയുടെ റൊട്ടേഷന്റെ എഫക്റ്റ് പ്ലേറ്റ് മൂവ്മെന്റിനെ ബാധിക്കാം. അത് നമ്മളെല്ലാവരും ഇരിക്കുന്നത് എർത്തിന്റെ സർഫസിലാണ്. എർത്തിന്റെ സർഫസിൽ നടക്കുന്ന വിൻഡ്,
വിൻഡിന്റെ ഡയറക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ റൊട്ടേഷന് സാധിക്കും. അതുപോലെ പുഴ ഒഴുകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചില സ്ഥലങ്ങളിൽ പുഴ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത്. അതിന് വളയാനായിട്ട് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ. അപ്പോൾ എർത്തിന്റെ റൊട്ടേഷന് എന്തിനെ വേണമെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സമുദ്രജല പ്രവാഹങ്ങൾ അല്ലെങ്കിൽ ഓഷ്യൻ കറന്റ്സ്, അതിന്റെ ഡയറക്ഷൻ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ആർക്ക് സാധിക്കുന്നുണ്ട്? ഈ ഓഷ്യൻ കറന്റ്സിന് ഈ എർത്തിന്റെ റൊട്ടേഷന് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എർത്തിന്റെ റൊട്ടേഷന് പ്ലേറ്റ്സിന്റെ മൂവ്മെന്റിനെ അറ്റ്ലീസ്റ്റ് 0.0001% എങ്കിലും എഫക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ ബി only 2 is the right answer. Okay. Last question ആണ്. With reference to plate and plate tectonics, consider the following statements. Lithosphere consists of only upper crust. Pacific plate is the only plate which is completely oceanic. Theory of plate tectonics propounded that there was a supercontinent called Pangaea and a super ocean called Pandalasa. Options are only one statement is right, only two statements are right, only three statements are right, none of the above statements are right. Okay, നമുക്ക് ചെയ്തു നോക്കാം. With a reference to plate and plate tectonics, consider the following statement. Lithosphere consists of only upper crust. അല്ല, lithosphere എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ? Crust plus upper most mantle. Crust plus upper most mantle ആണ് lithosphere എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാ. Pacific plate is the only plate which is completely oceanic. അത് only plate എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ only major plate എന്നായിരുന്നെങ്കിൽ ശരിയായിരുന്നേനെ. പക്ഷെ കോക്കസ് പ്ലേറ്റ്, നാസ്ക പ്ലേറ്റ് അതെല്ലാം ഓഷ്യാനിക് ആണ്. പക്ഷെ പസഫിക് പ്ലേറ്റ് ഇസ് ദി only major plate which is completely oceanic എന്നായിരുന്നെങ്കിൽ അവിടെ സ്റ്റേറ്റ്മെന്റ് ശരിയായേനെ. ഇവിടെ only പ്ലേറ്റിനെ പറഞ്ഞിട്ടുള്ളൂ, അത് തെറ്റാണ്. കാരണം ഒരുപാട് മൈനർ പ്ലേറ്റുകൾ ഉണ്ട് കംപ്ലീറ്റ്ലി ഓഷ്യാനിക് ആയിട്ടുള്ള. Theory of plate tectonics propounded that there was a supercontinent called Pangaea and super ocean called Pandalasa. അല്ല, അത് തിയറി ഓഫ് പ്ലേറ്റ് ടെക്ടോണിക് അല്ല പറയുന്നത്. ഏത് തിയറിയാണ് പറയുന്നത്? കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയാണ് പറയുന്നത്. അത് കോണ്ടിനെന്റൽ ഡ്രിഫ്റ്റ് തിയറിയിലാണ് പറയുന്നത്. ഓക്കെ, ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സും തെറ്റാണ് എന്ന് മനസ്സിലാക്കുക. അപ്പൊ ആൻസർ എന്താ വരിക? നൺ ഓഫ് ദി എബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ റൈറ്റ്. None of the above statements are right. ഇതിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ശരി ഇല്ല. അപ്പൊ ഇത്രയുമാണ് നമുക്ക് നോക്കാനുണ്ടായിരുന്നത്. ഇനി ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. എന്താണെന്നറിയാവോ? നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കും, ഇതിൽ ഏതൊക്കെ ബൗണ്ടറീസിൽ എർത്ത് ഉണ്ടാവാം? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ട് അവരെ ഓപ്ഷൻ തരും. ഓഷ്യൻ കൺവേർജൻസ്, ഓഷ്യൻ ഡൈവേർജൻസ്, ട്രാൻസ്ഫോം ബൗണ്ടറി, ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസ്, ഇങ്ങനെയൊക്കെ തരാം. അപ്പോൾ ഇതിൽ ഏതൊക്കെ ബൗണ്ടറീസിൽ എർത്ത് ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചിന്തിച്ച് സമയം കളയരുത്. എല്ലാ പ്ലേറ്റ് ബൗണ്ടറീസിലും എർത്ത് ഉണ്ടാവും. എല്ലാ പ്ലേറ്റ് ബൗണ്ടറീസിലും എർത്ത് ഉണ്ടാവും. ഒരു സ്പെസിഫിക് ബൗണ്ടറിയിൽ മാത്രമല്ല, എല്ലാത്തിലും എർത്ത് ഉണ്ടാവും എന്ന് മനസ്സിലാക്കാം. ഇനി ഏതൊക്കെ ബൗണ്ടറീസിൽ വോൾക്കാനിസം ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ പഠിച്ച ബൗണ്ടറീസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോണ്ടിനെന്റൽ കൺവേർജൻസിൽ വോൾക്കാനിസം ഇല്ല. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കാം. കോണ്ടിനെന്റൽ കൺവേർജൻസിൽ വോൾക്കാനിസം ഇല്ല. പക്ഷെ ഓഷ്യൻ കോണ്ടിനെന്റൽ കൺവേർജൻസിൽ വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടാവുന്നുണ്ട്. അവിടെ വോൾക്കാനിസം ഉണ്ട്. ഇനി ഓഷ്യൻ കൺവേർജൻസിൽ ഐലൻഡാ ഫോം ചെയ്യുന്നത്. പക്ഷെ ഐലൻഡ് എങ്ങനെ ഫോം ചെയ്യുന്നത്? വോൾക്കാനിസം വഴി ലാവ പുറത്ത് വന്നിട്ടാണ് ഐലൻഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഓഷ്യൻ കൺവേർജൻസിൽ വോൾക്കാനിസം ഉണ്ട്. അപ്പൊ മനസ്സിലാക്കണം, ഓഷ്യൻ കോണ്ടിനെന്റിൽ വോൾക്കാനിസം ഉണ്ട്, ഓഷ്യൻ കൺവേർജൻസിലും വോൾക്കാനിസം ഉണ്ട്. പക്ഷെ കോണ്ടിനെന്റൽ കൺവേർജൻസിൽ വോൾക്കാനിസം ഇല്ല. ഡൈവേർജൻസിൽ 3 ഡൈവേർജൻസിലും വോൾക്കാനിസം ഉണ്ട്. കാരണം എവിടെ പ്ലേറ്റ് ഡൈവേർജ് ചെയ്താലും അവിടെ ലാവ പുറത്തു വരാൻ ശ്രമിക്കും. എപ്പോ പ്ലേറ്റ് ഡൈവേർജ് ചെയ്താൽ ലാവ പുറത്തു വരാൻ ശ്രമിക്കും. ലാവ പുറത്തു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? വോൾക്കാനിസം എന്ന് വിളിക്കുക. എല്ലാ ഡൈവേർജൻസിലും വോൾക്കാനിസം ഉണ്ട്. ഇനി ട്രാൻസ്ഫോമില് വോൾക്കാനിസം ഇല്ല. അപ്പൊ വോൾക്കാനിസം ഇല്ലാത്ത 2 ബൗണ്ടറീസ് എന്ന് പറയുന്നത്, ഒന്ന് കോണ്ടിനെന്റൽ കൺവേർജൻസ്,
രണ്ട് ട്രാൻസ്ഫോം ബൗണ്ടറീസ്. ഈ രണ്ട് ബൗണ്ടറീസിലും വോൾക്കാനിസം ഇല്ല. ബാക്കി എല്ലാ ബൗണ്ടറീസിലും എന്ത് നടക്കുന്നുണ്ട്? വോൾക്കാനിസം നടക്കുന്നുണ്ട്. ഇനി ഏതൊക്കെ ബൗണ്ടറീസിൽ എർത്ത് ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബൗണ്ടറീസിലും എർത്ത് ഉണ്ട്. എന്താ എർത്ത് എന്ന് പറയുന്നത്? മൂവ്മെന്റ് ഓഫ് എർത്ത് ക്രസ്റ്റ്. എർത്തിന്റെ ക്രസ്റ്റ് മൂവ് ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുക? എർത്ത് എന്ന് പറയുക. അപ്പോ എല്ലാ പ്ലേറ്റ് ബൗണ്ടറീസിലും നടക്കുന്ന എന്താ? പ്ലേറ്റുകൾ തമ്മിൽ അനങ്ങുന്നു, അല്ലെങ്കിൽ പ്ലേറ്റുകൾ തമ്മിൽ ചലിക്കുന്ന സ്ഥലങ്ങളല്ലേ പ്ലേറ്റ് ബൗണ്ടറി എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് അവിടെ എന്തുണ്ടാവും? അവിടെ എർത്ത് ഉണ്ടാവും. അപ്പൊ എല്ലാ പ്ലേറ്റ് ബൗണ്ടറീസിലും എർത്ത് ഉണ്ട്. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് വരാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസും കാര്യങ്ങളും നിങ്ങളോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൃത്യമായി പഠിച്ചോളുക. ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവാത്തവര് ഒന്നും കൂടെ വീഡിയോ കാണുക. ഫസ്റ്റ് നിങ്ങൾ നോർമൽ സ്പീഡിൽ കാണുക. സെക്കൻഡ് നിങ്ങൾ കാണുമ്പോൾ 2x ഇട്ട് കണ്ടാലും മതി. പക്ഷെ നിങ്ങൾ ആ കൺസെപ്റ്റ് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇന്നത്തോടുകൂടി നമ്മുടെ തിയറി ഓഫ് ജോഗ്രഫി എന്ന പാർട്ട് കഴിഞ്ഞു. അടുത്ത ക്ലാസ്സിൽ ജിയോമോർഫോളജി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ റോക്സ് എന്ന ടോപ്പിക്കും സോയിൽ എന്ന ടോപ്പിക്കും ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക. അപ്പൊ താങ്ക് യു സോ മച്ച്. ബൈ. ഹാവ് എ നൈസ് ഡേ.